ചേറ്റൂർ ശങ്കരൻ നായർ. ഈ പേര് നിങ്ങളിൽ എത്ര പേർ കേട്ടിട്ടുണ്ട്? സ്കൂളിലെ ചരിത്ര പുസ്തകങ്ങളുടെ താളുകളിൽ കൊടുത്തിട്ടുള്ള ഒന്നോ രണ്ടോ പാരഗ്രാഫിന് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഈ മനുഷ്യനെ കുറിച്ച് എന്തറിയാം? മലയാളികൾക്ക് മാത്രമല്ല, ഇന്ത്യക്കാർക്കെല്ലാം തന്നെ ഈ മനുഷ്യനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് ഇപ്പോൾ തോന്നാൻ കാരണം ഒരു സിനിമയാണ്. കരൺ സിംഗ് ത്യാഗിയുടെ സംവിധാനത്തിൽ അടുത്തിടെ പുറത്തിറങ്ങിയ കേസരി 2 ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ജലിയാൻവാല ബാഗ് എന്ന ചിത്രം. ഇതിൽ അക്ഷയ് കുമാർ അവതരിപ്പിക്കുന്ന ഒരു വക്കീൽ കഥാപാത്രമുണ്ട്. ജലിയാൻവാല ബാഗ് കൂട്ടക്കൊല എന്ന ബ്രിട്ടീഷ് നൃശംസതയുടെ വികൃത മുഖം ലോകത്തിനു മുന്നിൽ വലിച്ചു കീറി കാണിച്ചു കൊടുത്ത വിഖ്യാതമായ ഒരു കോർട്ട് കേസ്. അതിൽ തന്റെ കണിശമായ വാദഗതികൾ കൊണ്ട് ബ്രിട്ടീഷ് കൊളോണിയൽ അധികാരികളെ കിടുകിടാ വിറപ്പിക്കുന്ന ഒരു മലബാറി അഭിഭാഷകൻ. അയാളുടെ പേര് ചേറ്റൂർ ശങ്കരൻ നായർ. എന്നാൽ അക്ഷയ് കുമാർ അവതരിപ്പിച്ച ഈ സിനിമാ കഥാപാത്രത്തിൽ ഒതുക്കി നിർത്താവുന്ന ഒന്നല്ല ചേറ്റൂരിന്റെ സംഭവബഹുലമായ ജീവിതം. അതിലേക്ക് ഒന്ന് മുങ്ങാങ്കുഴിയിട്ട് നിവരുന്ന ആരെയും അത് അതിശയിപ്പിച്ചേക്കും. പഞ്ചാബിലെ ജലിയാൻവാല ബാഗിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഗവൺമെന്റ് നടത്തിയ നരസംഹാരത്തെ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടാൻ ചേറ്റൂർ ശങ്കരൻ നായർ എന്ന രാജ്യസ്നേഹി നടത്തിയ ആവേശകരമായ കോടതി വ്യവഹാരത്തിന്റെ കഥ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നെടുന്തൂണായിരുന്ന ഗാന്ധിജിയോടുള്ള അഭിപ്രായ ഭിന്നതയുടെ പേരിൽ ജീവിച്ചിരുന്ന കാലത്തും മരിച്ച ശേഷവും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ള തുടർച്ചയായ തമസ്കരണങ്ങളുടെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. ഈ മാസം മുതൽ വല്ലാത്തൊരു കഥയുടെ എപ്പിസോഡുകൾ അടിസ്ഥാനമാക്കി നമ്മളൊരു ക്വിസ് മത്സരം കൂടി ആരംഭിക്കുന്നുണ്ട്. ഓരോ മാസാവസാനവും ആ മാസത്തെ എപ്പിസോഡുകളിലെ വിവരങ്ങൾ വെച്ചുള്ള ഒരു ക്വിസ് കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് നമ്മൾ ഷെയർ ചെയ്യും. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റിനൊപ്പമുള്ള ഗൂഗിൾ ഫോമിൽ രേഖപ്പെടുത്തുക. ശരിയുത്തരം അയച്ചവരിൽ നിന്ന് നിശ്ചിത എണ്ണം ആളുകളെ യൂട്യൂബ് ലൈവിൽ തന്നെ തിരഞ്ഞെടുത്ത് അവർക്ക് സമ്മാനങ്ങൾ നൽകും. വല്ലാത്തൊരു കഥയെ എത്രത്തോളം ഗൗരവത്തോടെയാണ് നിങ്ങൾ ഓരോരുത്തരും സമീപിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കാനാണ് ഈ ഉദ്യമം. എല്ലാവരും ഒപ്പമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആയിരത്തി 1857 ജൂലൈ 11 തെക്കേ മലബാറിലെ ഇന്നത്തെ പാലക്കാട് ജില്ലയിലുള്ള മങ്കര എന്ന ചെറു ഗ്രാമത്തിലാണ് ചേറ്റൂർ ശങ്കരൻ നായർ ജനിക്കുന്നത്. 19ാം നൂറ്റാണ്ടിലെ കേരളത്തിൽ നിലനിന്നിരുന്ന ബ്രിട്ടീഷ് ഭരണ സംവിധാനത്തിൽ ഒരു അഭ്യസ്ത വിദ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഉദ്യോഗം തഹസിൽദാർ പണിയായിരുന്നു ശങ്കരൻ്റെ അച്ഛൻ മമ്മായിൽ രാവുണ്ണി പണിക്കർക്ക്. മലബാറിൽ അന്ന് ആകെയുള്ള 3-4 തഹസിൽദാർമാരിൽ ഒരാളായിരുന്നു പണിക്കർ. കനോലി കനാലിന്റെ നിർമ്മാണത്തിലൂടെയും നിലമ്പൂരിലൊരു തേക്കിൻതോട്ടം വെച്ചുപിടിപ്പിച്ചതിലൂടെയും ചരിത്രപ്രസിദ്ധനായിട്ടുള്ള മലബാർ കളക്ടർ ലോർഡ് ഹെൻറി വാലന്റൈൻ കനോലിയുടെ ഗുമസ്തനായി ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്ന പണിക്കർ തന്റെ സ്ഥിരോത്സാഹവും കഠിനാധ്വാനവും കൊണ്ട് പടിപടിയായിട്ട് ഉയർന്ന് ഒടുവിൽ തഹസിൽദാർ ആവുകയായിരുന്നു. ചേറ്റൂർ ശങ്കരൻ നായരുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് പ്രദേശത്ത് നിന്നുള്ള മുതിർന്നവർ പറഞ്ഞു കേൾക്കുന്ന ഒരു കഥയുണ്ട്. അന്നത്തെ തഹസിൽദാർക്ക് ഓഫീസൊന്നും ഉണ്ടായിരുന്നില്ല. സ്വന്തം തറവാടിന് മുന്നിൽ സ്ഥാപിക്കുന്ന സിംഹാസനം പോലെയുള്ള ഒരു കസേരയിൽ ഇരുന്നു കൊണ്ടാണ് നിത്യേന തൻ്റെ മുന്നിലെത്തിയിരുന്ന ആവലാതികൾ കേട്ടിരുന്നതും ആ തർക്കങ്ങളിൽ ഇടപെട്ട് പരിഹാരം വിധിച്ചിരുന്നതും. ഈ തഹസിൽദാർ കസേരയിലേക്ക് ഒരു ദിവസം കുഞ്ഞു ശങ്കരൻ ഇഴഞ്ഞ് വലിഞ്ഞു കയറി ഇരുന്ന് കളഞ്ഞു. അതുകൊണ്ട് ഓടിയെത്തിയ പണിക്കരുടെ പരിചാരകരിൽ ഒരാൾ ആ കുഞ്ഞിനോട് അങ്ങനെ ചെയ്യരുത്, ഈ കസേരയിൽ അങ്ങനെ കയറി ഇരുന്നുകൂടാ എന്ന് സ്നേഹപൂർവ്വം വിലക്കുന്നു. പ്രദേശത്തെ അറിയപ്പെടുന്ന ഒരു ജ്യോതിഷി കൂടിയായിരുന്ന പണിക്കർ ഈ കാഴ്ച കണ്ടപ്പോൾ സാരമില്ല, ഇതിനേക്കാൾ എത്രയോ വലിയ കസേരകളിൽ ഇരിക്കാൻ തലവരെയുള്ള കുട്ടിയാണ് എന്ന് ആത്മഗതം ചെയ്തു എന്നാണ് കഥ. 6 വയസ്സുവരെ ആ കുട്ടിക്ക് സംസാരിക്കാനുള്ള ശേഷി കിട്ടിയിരുന്നില്ല. അച്ഛനോടൊപ്പം പഴനിയിലേക്ക് നടത്തിയ ഒരു തീർത്ഥയാത്രയിൽ പടി കയറിച്ചെന്നൊടുവിൽ ആ കുട്ടി ശരണം വിളിക്കുന്നു. അന്നാണ് ആദ്യമായിട്ട് തൻ്റെ മകനൊരു വാക്കുച്ചരിച്ച് മമ്മായിൽ രാവുണ്ണി പണിക്കർ കേൾക്കുന്നത്. അതിൻ്റെ സന്തോഷത്തിൽ അദ്ദേഹം തിരികെ വന്നപാടെ മകനെ പാരമ്പര്യ സംസ്കൃത പഠനത്തിന് ചേർക്കുന്നു. 4 കൊല്ലം കൊണ്ട് ശങ്കരൻ വേദോപനിഷത്തുകൾക്കൊപ്പം കളരിമുറകളിലും യോഗചര്യകളിലും പയറ്റി തെളിയുന്നു. 9ാം വയസ്സ് മുതൽക്ക് അച്ഛൻ തഹസിൽദാരായിരുന്നപ്പോൾ അങ്ങാടിപ്പുറത്ത് അദ്ദേഹം സ്ഥാപിച്ചിരുന്ന സ്കൂളിലേക്ക് മങ്കരയിൽ നിന്നും 10 നാഴിക നിത്യേന നടന്നുപോയിട്ടാണ് ശങ്കരൻ പഠിച്ചിരുന്നത്. 2 വർഷമേ പക്ഷേ അങ്ങാടിപ്പുറത്ത് പഠിക്കാനുള്ള യോഗം ശങ്കരൻ ഉണ്ടാവുന്നുള്ളൂ. അതിനുശേഷം കോഴിക്കോട്ടും കണ്ണൂരുമായിട്ട് ശങ്കരൻ അച്ഛൻ്റെ സ്ഥലമാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിച്ച് വിവിധ സ്കൂളുകളിലായിട്ട് പഠിക്കുന്നു. ഉത്തര മലബാറിലെ പല സ്കൂളുകൾ കറങ്ങി ഒടുവിൽ കോഴിക്കോട്ടെ പ്രൊവിൻഷ്യൽ സ്കൂളിലെത്തി 1975 ഉയർന്ന മാർക്കോടെ FA പാസ്സായി അദ്ദേഹം മദ്രാസിലെ പ്രസിദ്ധമായിട്ടുള്ള പ്രസിഡൻസി കോളേജിൽ BAക്ക് ചേരുന്നു. അക്കാലത്ത് കോളേജിൽ ഒരു ലേഖന മത്സരം നടക്കുന്നു. അന്ന് പ്രൊഫസർ എഡ്മണ്ട് തോംസൺ ആണ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ.
പ്രിൻസിപ്പൽ മാത്രമല്ല, പഠിപ്പിക്കുന്ന അധ്യാപകരിൽ നല്ലൊരു ശതമാനവും അക്കാലത്ത് ഇംഗ്ലീഷുകാർ തന്നെയാണ്. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരോട് മാന്യമായി പെരുമാറിയില്ല എങ്കിൽ ബോംബെ മറ്റൊരു ബോസ്റ്റണായി മാറുമെന്ന് അന്ന് ആ ലേഖന മത്സരത്തിൽ ശങ്കരൻ നായർ എഴുതുന്നു. ഇന്ന് ആർക്കും എന്തും എഴുതാനുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണ് ഇന്ത്യ. അന്ന് അങ്ങനെയല്ല. കൊളോണിയൽ ബ്രിട്ടീഷ് റൂള് കൊടികുത്തി വാഴുന്ന കാലമാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനുള്ള അവസരം പോലും സാധാരണക്കാർക്ക് ദുർലഭമായിട്ട് മാത്രം ലഭിക്കുന്ന കാലത്ത് ഇംഗ്ലീഷുകാരായിട്ടുള്ള പ്രൊഫസർമാർ വിലയിരുത്തുന്ന ഉപന്യാസത്തിലാണ് അദ്ദേഹം ഇങ്ങനെ എഴുതി വെച്ചത് എന്ന് ഓർക്കണം. യൗവനത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്ന, പൊടിമീശ മുളച്ചു തുടങ്ങിയിട്ടില്ലാത്ത ആ പ്രായത്തിലോ അതിനുശേഷമോ ചേറ്റൂർ ശങ്കരൻ നായർക്ക് സ്വന്തം അഭിപ്രായം എവിടെയും ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന കാര്യത്തിൽ ഒരു ഭയവും ഉണ്ടായിട്ടില്ല. ഇങ്ങനെയൊക്കെ അദ്ദേഹം അന്ന് എഴുതി വിട്ടുവെങ്കിലും ഒടുവിൽ ഹിസ്റ്ററി പ്രൈസും ഇംഗ്ലീഷ് ഉപന്യാസത്തിൽ 1ാം സ്ഥാനവും നേടിക്കൊണ്ടാണ് ശങ്കരൻ നായർ തൻ്റെ ബിരുദ പഠനം പൂർത്തിയാക്കുന്നത്. തുടർന്ന് ശങ്കരൻ നായർ നിയമം പഠിക്കാൻ വേണ്ടി മദ്രാസ് ലോ കോളേജിൽ ചേർന്നു. ഹിന്ദു നിയമത്തിലും ജൂറിസ്പ്രൂഡൻസിലും വളരെ മികച്ച മാർക്കോടെ അദ്ദേഹം 1ാം റാങ്കോടെ തന്നെ BL പാസ്സാവുന്നു. സനതെടുത്ത് വക്കീൽ പ്രാക്ടീസ് ആരംഭിക്കുന്നു. 1880 മാർച്ചിൽ മദിരാശിയിലാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷക ജീവിതം ആരംഭിക്കുന്നത്. അക്കാലത്ത് വക്കീലായിട്ട് സ്വന്തം പ്രാക്ടീസ് നടത്തണമെങ്കിൽ ഏതെങ്കിലും ഒരു സീനിയർ അഭിഭാഷകന്റെ ചേംബറിൽ 1 വർഷത്തെ പരിശീലനം നിർബന്ധമായിരുന്നു. അഡ്വക്കേറ്റ് ജനറലും പിന്നീട് മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയും ബ്രിട്ടീഷ് ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും ഒക്കെ ആയിട്ട് മാറിയ സർ ഹൊറേഷ്യോ ഷെപ്പേർഡ് എന്ന യൂറോപ്പിൻ്റെ കീഴിലാണ് നായർ തൻ്റെ നിയമപരിശീലനം ആരംഭിക്കുന്നത്. ഏതാണ്ട് 1 വർഷത്തെ പരിശീലനത്തിന് ശേഷം തൻ്റെ 23ാം വയസ്സിൽ ശങ്കരൻ നായർ ഒരു സ്വതന്ത്ര അഭിഭാഷകനായി ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നു. കോടതി മുറിയിലെ ശങ്കരൻ നായരുടെ പ്രകടനത്തെ KP കേശവമേനോൻ തൻ്റെ കൃതികളിലൊന്നിൽ അനുസ്മരിക്കുന്നുണ്ട്. ശങ്കരൻ നായർ വാഗ്വാദത്തിന് പുറപ്പെടുന്നത് ഒരു പടനായകൻ യുദ്ധത്തിന് പുറപ്പെടുന്നത് പോലെയാണ്. വലിയ വാദമുഖങ്ങളെ തൂണുകൾ പോലെ അവിടെ നാട്ടി ചെറിയ വാദങ്ങൾ കൊണ്ട് അവയെല്ലാം തമ്മിൽ ഘടിപ്പിക്കും. ഇതെല്ലാം കഴിയുമ്പോഴേക്ക് എതിരാളിക്ക് ഇളകാൻ വയ്യാതെയാകും. തന്നെപ്പോലെയുള്ള മറ്റൊരാളോട് കാര്യം തുറന്നു പറയും പോലെ ആയിരുന്നു കോടതിയോടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എന്നാണ് കേശവമേനോൻ എഴുതിയത്. മരുമക്കത്തായി സംബന്ധിച്ച നിരവധിയായിട്ടുള്ള വ്യവഹാരങ്ങൾ അന്ന് തറവാടുകളിലെ ഒത്തുതീർപ്പ് ചർച്ചകളിൽ തീരാതെ കോടതി മുറികളിലേക്ക് എത്തിക്കൊണ്ടിരുന്ന കാലമാണ്. അന്നുള്ള മറ്റു വക്കീലന്മാരെ പോലെ കേസ് പരമാവധി നീട്ടിക്കൊണ്ടുപോയി സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന പരിപാടി ശങ്കരൻ നായർക്ക് ഉണ്ടായിരുന്നില്ല. കോടതി വ്യവഹാരങ്ങളുടെ ഇൻട്രിക്കസീസ് നന്നായിട്ട് അറിഞ്ഞിരുന്ന അദ്ദേഹം കഴിവതും നേരത്തെ തന്നെ തൻ്റെ കക്ഷികളുടെ കേസുകളിൽ തീർപ്പുണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ചിരുന്നു. ഈ ഒരു സമയത്തേക്ക് സുബ്രഹ്മണ്യം അയ്യരെയും ഭാഷ്യം അയ്യങ്കാരെയും പോലുള്ള അഗ്രഗണ്യരായിട്ടുള്ള നിയമ പണ്ഡിതർ രംഗപ്രവേശം ചെയ്തു തുടങ്ങിയിരുന്നുവെങ്കിലും അക്കാലത്തെ മദ്രാശി ബാർ വെള്ളക്കാരായിട്ടുള്ള ബാരിസ്റ്റർമാരുടെ സമ്പൂർണ്ണ ആധിപത്യത്തിലായിരുന്നു. ഇംഗ്ലീഷ് വക്കീലന്മാർക്ക് ഇന്ത്യക്കാരുടെ കടന്നുവരവ് ചെറുതല്ലാത്ത അസൂയുളവാക്കി. അക്കാലത്ത് അപ്പീൽ കേസുകളിൽ സുപ്രീം കോടതിയിൽ വെള്ളക്കാരായിട്ടുള്ള ബാരിസ്റ്റർമാർക്ക് മാത്രമേ അപ്പിയർ ചെയ്യാനുള്ള അനുമതി ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ പേരിൽ BL പാസ്സായ സ്വദേശി അഭിഭാഷകരും ബാരിസ്റ്റർമാരും തമ്മിൽ ഒരു ചൊരുക്കുണ്ടാവുന്നു. പിന്നീട് സർ കോട്ട്ലി സ്കോട്ട്ലൻഡ് എന്ന ചീഫ് ജസ്റ്റിസ് ഈ പ്രതിബന്ധം തരണം ചെയ്യുന്നതിന് വേണ്ടി ഒരു നിയമം തന്നെ പാസ്സാക്കുന്നു. അതോടെ വെള്ളക്കാരായ ബാരിസ്റ്റർമാരുടെ അനുവാദം വേണമെന്നുള്ള ചട്ടം എടുത്തു കളയുന്നു. വെള്ളക്കാരായ ബാരിസ്റ്റർമാർക്കും ഇന്ത്യൻ വക്കീലന്മാർക്കും ഇടയിൽ ഇതുകൊണ്ടൊരു നീരസം ഉണ്ടായപ്പോൾ ഇന്ത്യൻ അഭിഭാഷകരുടെ സംഘടന വെള്ളക്കാരായ ബാരിസ്റ്റർമാരെ ബഹിഷ്കരിക്കാൻ വേണ്ടി ഒരു പ്രമേയം പാസ്സാക്കുന്നു. അതോടെ കക്ഷികൾ ആഗ്രഹിച്ചാലും ഹൈക്കോടതി വക്കീലന്മാർക്ക് ഒരു യൂറോപ്യൻ ബാരിസ്റ്ററെ സീനിയറായിട്ട് സ്വീകരിക്കാൻ നിർവാഹമില്ലാത്ത അവസ്ഥ വന്നു. ചേറ്റൂർ ശങ്കരൻ നായർ ഒരാളൊഴികെ വക്കീലന്മാരുടെ സംഘടനയിലെ എല്ലാവരും ഈ തീരുമാനത്തെ ഏകകണ്ഠമായിട്ട് പിന്താങ്ങുന്നു. എന്നാൽ ഇങ്ങനെ ഒരു ബഹിഷ്കരണ തീരുമാനം കക്ഷികളുടെയും വക്കീലന്മാരുടെ തന്നെയും മൗലിക സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു, അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നതായിരുന്നു ഇക്കാര്യത്തിലെ ശങ്കരൻ നായരുടെ നിലപാട്. ആ ഉറച്ച നിലപാടിൻ്റെ പേരിൽ കുറച്ചു കാലം അദ്ദേഹം ഒറ്റപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ വക്കീൽ പ്രാക്ടീസിനെ പോലും അത് മോശമായിട്ട് ബാധിക്കുന്നു. അക്കാലത്ത് മലബാറിൽ നിന്നുള്ള കേസുകൾ മാത്രമേ അദ്ദേഹത്തിന് കിട്ടിയിരുന്നുള്ളൂ. എന്നാൽ ഏറ്റെടുക്കുന്ന കേസുകളിൽ അദ്ദേഹം പുലർത്തിയ മികവ് അദ്ദേഹത്തിന് മദ്രാശിക്ക് പുറത്തേക്കും നീളുന്ന ഖ്യാതി ഉണ്ടാക്കുന്നു. അക്കാലത്ത് അഡ്വക്കേറ്റ് ഭാഷ്യം അയ്യങ്കാരും S സുബ്രഹ്മണ്യ അയ്യങ്കാരും ഒക്കെ നയിച്ചിരുന്ന മദ്രാശിയിലെ മൈലാപ്പൂർ ഗ്രൂപ്പ് എന്ന അഭിഭാഷക കോക്സിനെ വെല്ലുവിളിച്ചുകൊണ്ട് നിലകൊണ്ട എഗ്മൂർ ഗ്രൂപ്പിനെ മുന്നിൽ നിന്ന് നയിച്ചത് ചേറ്റൂരായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ദിവാൻ ബഹദൂർ T രംഗാചാരിയും കസ്തൂരി രംഗ അയ്യങ്കാറും ദിവാൻ ബഹദൂർ MO പാർത്ഥസാരഥി അയ്യങ്കാറുമൊക്കെ ആ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നു. 1882 മലബാറിലെ ഭൂവുടമ സമ്പ്രദായത്തെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച സർ T മാധവറാവു അധ്യക്ഷനായിട്ടുള്ള മലബാർ സ്പെഷ്യൽ കമ്മീഷനിൽ ശങ്കരൻ നായരും അംഗമാകുന്നു. ഈ കമ്മിറ്റിയെ സഹായിക്കാൻ വേണ്ടി സ്പെഷ്യൽ കമ്മീഷണറായിട്ട് അന്ന് നിയോഗിക്കപ്പെടുന്നത് അന്നത്തെ മലബാർ കളക്ടറും സുപ്രസിദ്ധ കൃതിയായിട്ടുള്ള മലബാർ മാനുവലിൻ്റെ കർത്താവുമായിട്ടുള്ള വില്യം ലോഗനാണ്. കുടിയാന്മയിലെ ഈ ആദ്യ കമ്മീഷനിൽ അംഗമായിരുന്ന ശങ്കരൻ നായർ
കുടിയാന്മാർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് അന്ന് സ്വീകരിക്കുന്നത്. അതുപോലെ മലബാറിലെ ക്ഷേത്രങ്ങളുടെ ഭരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയുക്തനായി റിപ്പോർട്ട് സമർപ്പിക്കുന്നതും ശങ്കരൻ നായർ അധ്യക്ഷനായിട്ടുള്ള ഒരു സമിതിയാണ്. 1889 അദ്ദേഹം മദ്രാസ് സർവകലാശാലയുടെ സെനറ്റ് അംഗമാകുന്നു. വൈകാതെ തന്നെ അദ്ദേഹം സിൻഡിക്കേറ്റ് അംഗമായിട്ടും നിയമിക്കപ്പെടുന്നുണ്ട്. ഇക്കാലത്ത് തന്നെ ഇന്ത്യയിലെ നിയമമേഖലയിലെ അക്കാദമിക് മികവിനും ശങ്കരൻ നായർ മുൻകൈയെടുക്കുന്നു. പ്രഗത്ഭനായിട്ടുള്ള അഭിഭാഷകൻ സേലം രാമസ്വാമി മുതലിയാരുമായിട്ട് ചേർന്ന് 1891 അദ്ദേഹം മദ്രാസ് ലോ ജേണൽ ആരംഭിക്കുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ കോടതി വിധികളിൽ അപ്പീൽ കേൾക്കുന്ന പ്രിവി കൗൺസിലിന്റെ ആസ്ഥാനം അന്ന് ലണ്ടനിലായിരുന്നു. അവിടെ അപ്പീൽ നൽകണമെങ്കിൽ ഇംഗ്ലണ്ടിലെ അഭിഭാഷകൻ തന്നെ വേണമായിരുന്നു. ആ അഭിഭാഷകനെ ഉപദേശിക്കാൻ ഇന്ത്യയിൽ നിന്നുള്ള വക്കീൽ അങ്ങോട്ട് പോകണം എന്നതായിരുന്നു അന്നത്തെ കീഴ്വഴക്കം. അങ്ങനെ ഒരു അപ്പീൽ കേസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ചേറ്റൂർ ശങ്കരൻ നായർ ആദ്യമായിട്ട് ഇംഗ്ലണ്ടിലേക്ക് പോകുന്നത്. അവിടെ ലണ്ടനിൽ ഹൈവ്സ് പാർക്ക് എന്നൊരു സ്ഥലമുണ്ട്. ആർക്കും എന്തു വേണമെങ്കിലും പ്രസംഗിക്കാം. രാജ്യദ്രോഹത്തിന് അറസ്റ്റ് ചെയ്യുകയില്ല. അവിടേക്ക് പോയ ഒരു ദിവസം ശങ്കരൻ നായർ യാദൃച്ഛികമായിട്ട് ദാദാഭായ് നവറോജിയുടെ മറ്റോ പ്രസംഗം കേൾക്കാൻ ഇടയാകുന്നു. ടാക്സി ഡ്രൈവർമാരുടെ ഒരു സമരമാണ് അന്ന് അവിടെ നടക്കുന്നത്. വലിയൊരു റാലിയായിട്ട് വന്ന് അവിടെ വെച്ച് ഘോരഘോരം പ്രസംഗിക്കുകയാണ്. ഇതിങ്ങനെ കണ്ടത് അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിക്കുന്നു. നാട്ടിൽ തിരിച്ചെത്തിയ ശങ്കരൻ നായരിൽ സമരവീര്യം നിറഞ്ഞു തുളുമ്പുന്നു. മലബാറിലെ കള്ളിയെത്തുകാരുടെ കഷ്ടപ്പാടാണ് ആദ്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. വിദേശ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മദ്രാസ് സർക്കാരിന്റെ നയം കാരണം മലബാറിലെ അന്നത്തെ തൊട്ടുകൂടാത്തവരായിട്ടുള്ള ചെത്തുകാർ വലിയ പ്രയാസത്തിലായിരുന്നു. ഇതേപ്പറ്റി ശങ്കരൻ നായർക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്നതും വളരെ യാദൃച്ഛികമായിട്ടാണ്. മങ്കരയിലെ ചേറ്റൂർ തറവാടിന്റെ പടിഞ്ഞാറെ പത്തായപ്പുരയോട് ചേർന്നുകൊണ്ട് പനകൾ വളർന്നു നിൽക്കുന്ന 5-6 ഏക്കറോളം പുരയിടമുണ്ടായിരുന്നു. അവിടെ സ്ഥിരമായിട്ട് ഈഴവ് വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികൾ കള്ളിയെത്താൻ കയറുമായിരുന്നു. ഒരിക്കൽ ശങ്കരൻ നായർ തറവാട്ടിലെത്തിയപ്പോൾ ഒരു ചെത്തുതൊഴിലാളിയെ പോലും പനയിൽ കാണാതെ അദ്ദേഹം അതിശയിച്ചു. കാര്യം എന്തെന്ന് തിരക്കിയപ്പോഴാണ് അവരുടെ വരവ് നിന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്. ബ്രിട്ടീഷ് സർക്കാർ സിലോണിൽ നിന്ന് വില കുറഞ്ഞ റാക്ക് ഇറക്കുമതി ചെയ്യാനുള്ള തീരുമാനം എടുത്തതിന് പിന്നാലെ കേരളത്തിലെ ചെത്തുതൊഴിലാളികളുടെ നടുവൊടിഞ്ഞിരുന്നു. 1894 അടുപ്പിച്ച് ഇവരിൽ 5000-ഓളം പേരെ സംഘടിപ്പിച്ച് ഐതിഹാസികമായൊരു സമരം നയിച്ചുകൊണ്ടാണ് ചേറ്റൂർ ശങ്കരൻ നായർ തൻ്റെ പൊതുജീവിതം ആരംഭിക്കുന്നത് എന്നാണ് ശരത് ഹരിദാസൻ സംവിധാനം ചെയ്ത സർ ചേറ്റൂർ ശങ്കരൻ നായർ മഹനീയതയുടെ ഓർമ്മചിത്രം എന്ന ഡോക്യുമെൻ്ററിയിൽ ചേറ്റൂരിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് നെഫ്യൂ ആയിട്ടുള്ള റിട്ടയർഡ് ജസ്റ്റിസ് സി ശങ്കരൻ നായർ ഓർത്തെടുക്കുന്നത്. കേരളത്തിലെ ആദ്യകാല തൊഴിലാളി സംഘടനാ പ്രവർത്തനങ്ങളിൽ ഒന്നുപോലും ഇതായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു. പക്ഷേ വാമൊഴിയായും വരമൊഴിയായുമുള്ള കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ എവിടെയും നിങ്ങൾ ഇങ്ങനൊരു സമരത്തെക്കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ആലപ്പുഴയിലെ കയർ തൊഴിലാളികൾ സംഘടിച്ചുകൊണ്ട് 1930 നടത്തിയ സമരമാണ് നമ്മളൊക്കെ കേട്ടു പരിചയിച്ചിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ സമരം. എന്നാൽ അതിനും 36 വർഷം മുമ്പാണ് ചേറ്റൂർ ശങ്കരൻ നായരുടെ മുൻകൈയിൽ ഇങ്ങനൊരു സമരം കേരളത്തിൽ അരങ്ങേറിയത്. ഇന്നേക്ക് ഒരു നൂറ്റാണ്ടിലധിക കാലം മുമ്പ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ യാതൊന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് 5000-ഓളം പേർ അണിനിരുന്ന ഒരു സമരത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് എന്ന് ഓർക്കണം. സമുദായത്തിലെ പ്രമാണിമാരെ കൊണ്ട് സ്വാധീനിപ്പിച്ചും പ്രലോഭിപ്പിച്ചും തല്ലിയൊതുക്കിയും ബ്രിട്ടീഷ് ഭരണകൂടം ആ സമരത്തെ അന്ന് ഇല്ലാതാക്കുകയായിരുന്നു. ഈ സമരം സത്യത്തിൽ പൊതുപ്രവർത്തനത്തിലേക്കുള്ള ചേറ്റൂർ ശങ്കരൻ നായരുടെ ഉറച്ച കാൽവെപ്പ് കൂടിയായിരുന്നു. തുടർന്ന് അങ്ങോട്ട് അടിസ്ഥാന വർഗത്തിന്റെ നീറുന്ന പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അദ്ദേഹം പൊതുമണ്ഡലത്തിൽ തുടർന്നു പോകുന്നു. സ്വാഭാവികമായും അന്ന് മറ്റു പലരെയും പോലെ അദ്ദേഹവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ സംഘടനയുടെ ആദർശങ്ങളിൽ ആകൃഷ്ടനാകുന്നു. അധികം വൈകാതെ അദ്ദേഹം മദ്രാസ് പ്രവിശ്യ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലും എത്തിച്ചേരുന്നു. അങ്ങനെ ഇരിക്കെയാണ് 1897 ഡിസംബർ 26, 27, 28 തീയതികളിൽ ബോംബെ പ്രസിഡൻസിയുടെ ഭാഗമായിട്ടുള്ള അമരാവതിയിൽ വെച്ച് കോൺഗ്രസിന്റെ 13ാമത്തെ അഖിലേന്ത്യാ സമ്മേളനം നടക്കുന്നത്. അവിടെ വെച്ച് മലയാളിയായിട്ടുള്ള ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെടുന്നു. മഹാത്മാഗാന്ധി ആ പദവിയിലേക്ക് എത്തുന്നതിനും 27 വർഷം മുമ്പായിരുന്നു അത്. അന്ന് ശങ്കരൻ നായർക്ക് വയസ്സ് 40 തികയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കോൺഗ്രസിന്റെ ഇന്നോളമുള്ള ചരിത്രത്തിൽ ആ പദം അലങ്കരിച്ച ഒരേയൊരു മലയാളി എന്ന ബഹുമതിയും അന്ന് അദ്ദേഹത്തിന് കൈവരുന്നു. അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ചേറ്റൂർ ശങ്കരൻ നായർ അന്ന് അമരാവതിയിലെ സ്റ്റേജിൽ വെച്ച് നടത്തിയ പ്രസംഗം ചരിത്രത്തിന്റെ ഭാഗമാണ്. അന്നത്തെ കോൺഗ്രസ് സമ്മേളനങ്ങളുടെ പതിവ് ചിട്ടയനുസരിച്ച് വിക്ടോറിയ രാജ്ഞിയെ പുകഴ്ത്തിക്കൊണ്ടൊക്കെയാണ് നായർ പ്രസംഗം തുടങ്ങുന്നത് എങ്കിലും പ്രസംഗത്തിന് ചൂടുപിടിച്ചതോടെ നാടിനെ ദുരിതക്കയത്തിലേക്ക് തള്ളിവിടുന്ന കൊളോണിയൽ ഭരണത്തെ അതിരൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ട് അത് മുന്നേറുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി വലിയൊരു സൈന്യത്തെ ഇന്ത്യ തീറ്റിപ്പൊട്ടുന്നതിൻ്റെ ശരികേടിനെക്കുറിച്ചും നായർ തന്റെ പ്രസംഗത്തിൽ വിമർശിക്കുന്നുണ്ട്. അതിനുവേണ്ട പണം ബ്രിട്ടീഷ് ഖജനാവിൽ നിന്ന് വേണം കണ്ടെത്താൻ, അല്ലാതെ ഇന്ത്യൻ നികുതിദായകന്റെ വയറ്റത്തടിക്കുകയല്ല വേണ്ടത് എന്നും അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. അതുപോലെ ഒരു ബ്രിട്ടീഷ് പൗരന് ഇംഗ്ലണ്ടിൽ എന്തൊക്കെ അവകാശ അധികാരങ്ങളുണ്ടോ
അതൊക്കെ ഇന്ത്യയിൽ ഒരു ഇന്ത്യൻ പൗരന് വേണം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അന്നത്തെ കാലത്ത് അത് ഏറെ വിപ്ലവകരമായിട്ടുള്ളൊരു ഡിമാൻഡ് തന്നെയായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനത്ത് ഏതാണ്ട് ഒരു വർഷത്തോളം തുടർന്ന ശേഷം കാലാവധി പൂർത്തിയാക്കി ഇറങ്ങുന്ന ചേറ്റൂർ പിന്നീട് അങ്ങോട്ടുള്ള വർഷങ്ങളിൽ തൻ്റെ പൊതുജീവിതവും അഭിഭാഷക വൃത്തിയും പൂർവാധികം ശക്തിയായിട്ട് തന്നെ തുടർന്നു പോകുന്നു. 1906-7 കാലത്ത് ചേറ്റൂർ ശങ്കരൻ നായർ മദ്രാസ് ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ജനറലായിട്ട് നിയമിതനാകുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ അഡ്വക്കേറ്റ് ജനറൽ ആവുന്നത് അപ്പോഴാണ്. അഡ്വക്കേറ്റ് ജനറൽ സ്ഥാനത്തിരിക്കെ അനുഷ്ഠിച്ച സ്തുത്യർഹമായിട്ടുള്ള സേവനത്തിൻ്റെ പുറത്ത് അദ്ദേഹത്തിന് ഹൈക്കോടതി ജഡ്ജിയായിട്ട് സ്ഥാനക്കയറ്റം നൽകാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് തീരുമാനിക്കുന്നു. ഈ ഒരു തീരുമാനത്തിന് ബ്രിട്ടീഷ് രാജ്ഞി തുല്യം ചാർത്തുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ഏറെ രസകരമായിട്ടുള്ള മറ്റൊരു സംഭവം നടക്കുന്നു. അതേപ്പറ്റി ചേറ്റൂർ ഡോക്യുമെൻ്ററിയിൽ റിട്ടയർഡ് ജസ്റ്റിസ് സി ശങ്കരൻ നായർ ഓർത്തെടുക്കുന്നത് ഇങ്ങനെയാണ്. ചേറ്റൂർ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അഡ്വക്കേറ്റ് ജനറലായിട്ട് ഇരിക്കുമ്പോഴാണ് കപ്പലോട്ടിയ തമിഴൻ എന്ന് വിഖ്യാതനായ വി.ഒ. ചിദംബരം പിള്ള, പ്രസിദ്ധ കവി സുബ്രഹ്മണ്യ ഭാരതി എന്നിവർ പ്രതിയേർത്തുകൊണ്ട് ദേശദ്രോഹ കുറ്റം ചാർജ് ചെയ്ത് മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു കേസ് വിചാരണയ്ക്ക് വരുന്നത്. അഡ്വക്കേറ്റ് ജനറൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആളായതുകൊണ്ട് ചിലപ്പോൾ കേസ് വേണ്ട പോലെ മുന്നോട്ട് പോയേക്കില്ല എന്നൊരു ആശങ്ക ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് അന്ന് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് വൈസ്രോയി ഗവർണർ വഴിക്ക് വൈസ്രോയി ഇൻ കൗൺസിൽ ഡിസൈഡ്സ് ദാറ്റ് ദിസ് പ്രോസിക്യൂഷൻ ഷുഡ് ബി കണ്ടിന്യൂഡ് എന്നൊരു നോട്ടിഫിക്കേഷൻ പുറത്തിറക്കുന്നു. പക്ഷേ അന്നത്തെ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ 333 വകുപ്പ് അനുസരിച്ച് അഡ്വക്കേറ്റ് ജനറലിന് സ്വന്തം ബോധ്യത്തിൻ്റെ പുറത്ത് ഏത് ക്രിമിനൽ കേസ് വേണമെങ്കിലും പിൻവലിക്കാം എന്നൊരു വ്യവസ്ഥയുണ്ട്. അങ്ങനെ അന്ന് മദ്രാശി ഹൈക്കോടതിയിൽ നിറയെ ബ്രിട്ടീഷ് മിലിറ്ററി പോലീസൊക്കെ നോക്കി നിൽക്കെ വെള്ളക്കാരായിട്ടുള്ള 3 ജഡ്ജിമാരുടെ ബെഞ്ച് കൂടിയ നേരത്ത് ശങ്കരൻ നായർ എഴുന്നേറ്റ് നിന്ന് മദ്രാശി സംസ്ഥാനത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറലായിട്ടുള്ള ഞാൻ ഈ പ്രോസിക്യൂഷൻ പിൻവലിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു. അതോടെ ആ കേസ് അവസാനിക്കുന്നു. ഭാരതീയരും ചിദംബരം പിള്ളയും ഒക്കെ മോചിതരാവുകയും ചെയ്യുന്നു. അതിന് കാരണമായിട്ട് ചേറ്റൂർ അന്ന് പറഞ്ഞത് രാജ്യദ്രോഹം എന്ന കുറ്റമാണ് നിങ്ങൾ പ്രതികൾക്ക് മേലെ ചുമത്തിയിട്ടുള്ളത്, എന്നാൽ അവരുടെ രാജ്യസ്നേഹം ഒരു കുറ്റമായിട്ട് കാണാൻ എനിക്ക് സാധിക്കില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ അധികാര പരിധി ഉപയോഗിച്ച് ഇത് പിൻവലിക്കുകയാണ് എന്നായിരുന്നു. ആ സമയത്ത് ഗവർണർ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, നിങ്ങൾ ഇതെന്താണ് മിസ്റ്റർ നായർ ചെയ്തിരിക്കുന്നത്? നിങ്ങളെ ഒരു ഹൈക്കോടതി ജഡ്ജിയായി സ്ഥാനക്കയറ്റം നൽകി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ബ്രിട്ടീഷ് റാണി ഒപ്പിടാൻ നിൽക്കുന്ന സമയത്താണോ നിങ്ങളിങ്ങനെ ആവശ്യമില്ലാത്തൊരു കാര്യം ചെയ്യുന്നത് എന്നായിരുന്നു. അന്ന് അതിന് ചേറ്റൂർ നൽകിയ മറുപടി, ജഡ്ജി സ്ഥാനത്തേക്കാൾ എനിക്ക് പ്രധാനം എൻ്റെ മനസാക്ഷി പറയുമ്പടി പ്രവർത്തിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് എന്നായിരുന്നു. ഇങ്ങനെ ചില മുഷിവുകളൊക്കെ ഉണ്ടായി എങ്കിലും അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് 1908 മദ്രാശി ഹൈക്കോടതിയിൽ ജഡ്ജിയായി ചേറ്റൂർ ശങ്കരൻ നായർ നിയമിക്കപ്പെടുന്നു. ബാരിസ്റ്റർ ബിരുദമില്ലാതെ ഇന്ത്യയിൽ നിന്ന് ജഡ്ജി പദവിയിലെത്തുന്ന ആദ്യത്തെ വ്യക്തി അദ്ദേഹമാണ്. 1915 വരെയും അദ്ദേഹം അതേ സ്ഥാനത്ത് തുടരുന്നുണ്ട്. ജഡ്ജിയായി സ്ഥാനം ഏറ്റെടുത്ത് അധികം വൈകാതെ ഒരു സവിശേഷ സംഗതി ചേറ്റൂരിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. നീലഗിരിയിലെ ചായത്തോട്ടങ്ങളിൽ 2000-ഓളം സ്വദേശി തൊഴിലാളികളുടെ പേർക്ക് നടപ്പിലാക്കാത്ത വാറണ്ടുകൾ കോടതിയിലുണ്ട്. അതെന്താണ് എന്ന് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് തോട്ടം മേഖലയിലെ ബ്രിട്ടീഷുകാരായിട്ടുള്ള ഉടമകൾ നടത്തുന്ന ഒരു കൊടിയ ചൂഷണം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ബ്രിട്ടീഷുകാരുടെ തേയിലത്തോട്ടങ്ങളിൽ അടിമപ്പണിക്ക് നിർബന്ധിതരായിരുന്ന, ലയങ്ങളിലെ ദയനീയമായ സാഹചര്യങ്ങളിൽ കഴിയേണ്ടി വന്നിരുന്ന ബോണ്ടഡ് ലേബറേഴ്സ് ആ ദുരിതങ്ങളിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഓടിപ്പോവാറുണ്ട്. അങ്ങനെ ആരും ഓടിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് അവരുടെ പേരിൽ തോട്ടമുടമകൾ കോടതിയിൽ നിന്ന് അന്ന് മുൻകൂർ കള്ള വാറണ്ട് എടുത്തു വച്ചിരുന്നത്. ഈ കൊടിയ ചൂഷണം തിരിച്ചറിഞ്ഞ ജസ്റ്റിസ് ചേറ്റൂർ ശങ്കരൻ നായർ ഒരൊറ്റ ഉത്തരവിലൂടെ ഈ 2000-ൽ പരം വാറണ്ടുകളും റദ്ദാക്കുന്നു. ഒരു വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മദ്രാശിക്ക് പോയി അവിടെ ഒരു ജഡ്ജിയായി പ്രവർത്തിക്കുന്നവരെയുള്ള കാലത്തെ ചേറ്റൂർ ശങ്കരൻ നായർ തൻ്റെ ആത്മകഥയിൽ വിശേഷിപ്പിക്കുന്നത് തൻ്റെ ജീവിതത്തിലെ സുവർണ കാലഘട്ടം എന്നാണ്. ചേറ്റൂർ ശങ്കരൻ നായർക്ക് ശേഷം അഡ്വക്കേറ്റ് ജനറലായിട്ട് വന്ന സർ സി.പി. രാമസ്വാമി അയ്യർ ചേറ്റൂരിൻ്റെ വലിയൊരു ആരാധകനായിരുന്നു. തൻ്റെ ജീവിതത്തിൽ തന്നെ സ്വാധീനിച്ച മഹത് വ്യക്തിത്വങ്ങളെക്കുറിച്ച് സർ സി.പി. ബയോഗ്രാഫിക്കൽ വിസ്താസ് സ്കെച്ചസ് ഓഫ് സം നോട്ടബിൾ ഇന്ത്യൻസ് എന്നൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. വാൽമീകി, ശങ്കരാചാര്യർ, മീരാബായി, വിവേകാനന്ദൻ തുടങ്ങി നീളുന്ന അതിൻ്റെ ഇൻഡെക്സിൽ വിശ്വേശ്വരയ്യയ്ക്കും ഭാഷ്യം അയ്യങ്കാർക്കും ശേഷം ചേറ്റൂർ ശങ്കരൻ നായരുടെ പേർക്കും ഒരധ്യായമുണ്ട്. 1906 മിൻറ്റോ മോർലി ഭരണപരിഷ്കാരങ്ങളുടെ ഭാഗമായി രാജ്യഭരണത്തിൽ തദ്ദേശീയർക്ക് പങ്കാളിത്തം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഒരു ഇന്ത്യക്കാരനെ കൂടി തിരഞ്ഞെടുക്കാൻ ധാരണയാകുന്നു. 1909 ആ സ്ഥാനത്തേക്ക് ആദ്യമായിട്ട് എത്തുന്നത് സർ സത്യേന്ദ്ര പ്രസന്ന സിൻഹയാണ്. സിൻഹയ്ക്ക് ശേഷം ആ സ്ഥാനത്തേക്ക് സർ പി.എസ്. ശിവസ്വാമി അയ്യരും പിന്നാലെ സർ സയ്യിദ് അലി ഇമാമും തിരഞ്ഞെടുക്കപ്പെടുന്നു.
ഇവരൊക്കെ തന്നെ പ്രത്യേകിച്ച് അധികാരങ്ങളൊന്നുമില്ലാതിരുന്ന ലോ മെമ്പർമാർ മാത്രമായിരുന്നു. സർ അലി ഇമാമിന്റെ ഒഴിവിലേക്കാണ് തന്നെ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കുന്നത് എന്ന് ചേറ്റൂർ തന്റെ ആത്മകഥയിൽ എഴുതുന്നുണ്ട്. ചേറ്റൂരിന് ബാരിസ്റ്റർ യോഗ്യത ഇല്ലാതിരുന്നതുകൊണ്ട് നിയമ മെമ്പർ ആക്കുന്നതിന് പകരം മറ്റു ചില വകുപ്പുകളിൽ വിപുലമായ അധികാരങ്ങളുള്ള സ്വതന്ത്ര ചുമതലയാണ് അന്ന് അദ്ദേഹത്തിന് കിട്ടുന്നത്. ആ ഒരു പദവിയിലെത്തിയ ഒരേ ഒരു മലയാളിയും അദ്ദേഹം തന്നെയായിരുന്നു. ഈ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കേന്ദ്ര മന്ത്രിസഭയ്ക്ക് പകരമുള്ള ഒരു സംവിധാനമാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, ലാൻഡ് റവന്യൂ എന്നിങ്ങനെ രാജ്യത്തെ സുപ്രധാനമായ 3 വകുപ്പുകളുടെ ചുമതല വഹിച്ചുകൊണ്ട് ചേറ്റൂർ ശങ്കരൻ നായർ അതിൽ തുടർന്നു പോകുന്നു. ഇക്കാലത്ത് പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യയും സുന്ദർലാലും ആനി ബസന്റും ചേർന്നുകൊണ്ട് ബനാറസ് ഹിന്ദു സർവകലാശാല എന്ന പേരിൽ ഒരു പുതിയ യൂണിവേഴ്സിറ്റി കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാരുടെയും മറ്റു വർഗീയ ശക്തികളുടെയും ബലത്തിൽ ആ പരിശ്രമങ്ങൾക്ക് തുടർച്ചയായ തിരിച്ചടികൾ നേരിടുന്നു. അതിനെ പരിഹരിക്കാൻ വേണ്ടി അന്ന് അവർ ചേറ്റൂർ ശങ്കരൻ നായരെ ചെന്ന് കണ്ട് തങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു. അവരുടെ ഉദ്ദേശശുദ്ധി ബോധ്യപ്പെട്ട ചേറ്റൂർ നേരിട്ടിടപെട്ട് ഗവൺമെന്റിൽ നിന്ന് വലിയൊരു തുക സർവകലാശാലയ്ക്ക് ഗ്രാൻഡായിട്ട് അനുവദിപ്പിച്ചു. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം പൂർണ്ണമാകണമെങ്കിൽ ഭാരതാംബയുടെ പെൺമക്കൾ അഭ്യസ്തവിദ്യരാകണം എന്ന് പ്രസംഗിച്ച ചേറ്റൂർ തൻ്റെ നാടായിട്ടുള്ള മങ്കരയിൽ തൻ്റെ തറവാടിനോട് ചേർന്ന് കിടക്കുന്ന 5 ഏക്കർ സ്ഥലത്ത് സ്വന്തം ചെലവിൽ ഒരു സ്കൂൾ കെട്ടുന്നു. സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകാൻ വേണ്ടി അദ്ദേഹം തന്നെ സ്ഥാപിച്ചതാണ് ഒറ്റപ്പാലത്ത് ഇന്ന് നമ്മൾ കാണുന്ന LSN കോൺവെന്റ് അഥവാ ലേഡി ശങ്കരൻ നായർ കോൺവെന്റ്. ബ്രിട്ടീഷ് ഇന്ത്യൻ ഭരണവ്യവസ്ഥയുടെ അവിഭാജ്യ ഘടകമായിരുന്നപ്പോഴും സ്വന്തം നാടായ മങ്കരയോട് വല്ലാത്തൊരു ആത്മബന്ധം തന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇടയ്ക്കിടെ അദ്ദേഹം നാട്ടിലെ തറവാട്ട് വീട്ടിലേക്ക് പോയി വരുമായിരുന്നു. അന്നാണെങ്കിൽ ഇന്ന് കാണും പോലെയുള്ള റെയിൽ യാത്രാ സൗകര്യങ്ങൾ മങ്കരയിലേക്ക് ഉണ്ടായിരുന്നില്ല. ഒരു പോക്ക് പോയാൽ പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞാണ് ചേറ്റൂർ തിരികെ വരിക. ഒരിക്കൽ അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് ഹാർഡിഞ്ച് ശങ്കരൻ നായരോട് എങ്ങോട്ടാണ് ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് എന്ന് ചോദിച്ചു. തൻ്റെ നാട്ടിലെ തറവാട്ട് വീട്ടിലേക്കുള്ള യാത്രാ പ്രയാസങ്ങൾ ചേറ്റൂർ വിവരിച്ചതോടെ വൈസ്രോയി ശങ്കരൻ നായർക്ക് വേണ്ടി മാത്രമായി മങ്കരയിലൂടെ ഒരു റെയിൽ റൂട്ടും മങ്കരയിൽ ഒരു റെയിൽവേ സ്റ്റേഷനും നിർമ്മിച്ചു കൊടുക്കുന്നു. പിന്നീട് മങ്കരയിൽ തടി വ്യാപാരം തുടങ്ങിയതോടെ ഈ സ്റ്റേഷൻ അല്ലാതെയും പ്രസിദ്ധമാവുന്നുണ്ട്. നിരക്ഷരത ഇല്ലാതാക്കാൻ വേണ്ടി രാജ്യത്ത് പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കണം എന്നൊരു നിർദ്ദേശം കൗൺസിലിൽ വെക്കുന്നത് സാക്ഷാൽ ചേറ്റൂർ ശങ്കരൻ നായരാണ്. എന്നാൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ നിസ്സഹകരണം കാരണം അന്ന് ആ നിർദ്ദേശം നടപ്പിലായില്ല. ഇക്കാലത്താണ് രാജ്യത്തെ സർവകലാശാലകളുടെ പ്രവർത്തനങ്ങൾക്ക് കൂച്ചുവിലങ്ങിടുന്ന കർശനമായ നിർദ്ദേശങ്ങളോടെ റാലി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി 1904 അന്നത്തെ വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു ഇന്ത്യൻ സർവകലാശാല നിയമം കൊണ്ടുവന്നത് രാജ്യത്തെ വിഖ്യാതമായ സർവകലാശാലകളുടെ പ്രവർത്തനങ്ങളെ വല്ലാതെ ബാധിച്ചു. അക്കാലത്ത് തന്നെ അതിനെ തുറന്നെതിർക്കാനും ഒരാളുണ്ടായി. കൽക്കത്ത സർവകലാശാലയുടെ വൈസ് ചാൻസലറും മഹാപണ്ഡിതനുമായ സർ അശുതോഷ് മുഖർജി. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് അന്ന് നേരിടേണ്ടി വന്ന നിയന്ത്രണങ്ങൾക്ക് ചെവി കൊടുക്കാതെ അദ്ദേഹം ഗവൺമെന്റിൽ നിന്നുള്ള ഗ്രാന്റ് തന്റെ ഇഷ്ടപ്രകാരം സർവകലാശാലയുടെ പുരോഗതിക്ക് മാത്രമായി വിനിയോഗിക്കുന്നു. തുക വകമാറ്റി ചെലവഴിച്ച് അദ്ദേഹം സർവകലാശാലയിൽ പുതിയൊരു ഇംഗ്ലീഷ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ആരംഭിക്കുന്നു. അതോടെ മുഖർജി വെട്ടിപ്പ് നടത്തി എന്നായി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ആക്ഷേപം. അന്ന് ഇവരെല്ലാം കൂടി വകുപ്പിന്റെ തലവനായിരുന്ന ചേറ്റൂരിനെ ചെന്ന് കാണുന്നു. VC അശുതോഷ് മുഖർജിക്കെതിരെ അന്വേഷണം നടത്തണമെന്നും വകുപ്പിന്റെ അനുമതി കൂടാതെ ആരംഭിച്ച ഇംഗ്ലീഷ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്പാർട്ട്മെന്റ് അടച്ചു പൂട്ടണമെന്നും അവർ ചേറ്റൂരിനോട് ആവശ്യപ്പെടുന്നു. ഈ വിഷയം പരിശോധിച്ച ശേഷം ചേറ്റൂർ അന്വേഷണത്തിനും അടച്ചുപൂട്ടലിനും പകരം കൈക്കൊണ്ടത് ചരിത്രപരമായിട്ടുള്ള മറ്റൊരു തീരുമാനമാണ്. 1917 അദ്ദേഹം ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് വിശദമായ പഠനം നടത്താൻ വേണ്ടി ചരിത്രകാരനായ മൈക്കൽ ഏണസ്റ്റ് സാഡ്ലർ അധ്യക്ഷനായി സാഡ്ലർ കമ്മീഷൻ എന്ന പേരിൽ ഒരു സമിതിയെ നിയോഗിക്കുന്നു. ഈ ഒരു സമിതി തന്നെ കൽക്കട്ട സർവകലാശാലയിലെ അപാകങ്ങളും അന്വേഷിക്കുമെന്ന് ചേറ്റൂർ പറഞ്ഞു. എന്നാൽ ബ്രിട്ടീഷുകാരെ ഞെട്ടിച്ചു കളഞ്ഞത് അതൊന്നും ആയിരുന്നില്ല. ഏതു വ്യക്തിയെക്കുറിച്ച് അന്വേഷിക്കാനാണോ ചേറ്റൂരിനോട് പറഞ്ഞത് അതേ വ്യക്തിയെ, സർ അശുതോഷ് മുഖർജിയെ തന്നെ അദ്ദേഹം സാഡ്ലർ കമ്മീഷനിലും അംഗമാക്കുന്നു. 2 വർഷം നീണ്ട പഠനത്തിന് ശേഷം 5 വാള്യങ്ങളായിട്ട് ടേബിൾ ചെയ്യപ്പെട്ട സാഡ്ലർ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസത്തിന് ശക്തമായിട്ടുള്ള അടിത്തറയിട്ട ഒന്നാണ്. 1919 സാഡ്ലർ കമ്മീഷൻ ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കാതലായിട്ടുള്ള മാറ്റങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അതിൽ യൂണിവേഴ്സിറ്റി സ്ട്രക്ചറിൽ നിന്ന് ഇന്റർമീഡിയറ്റ് വിദ്യാഭ്യാസത്തെ വേർപെടുത്താനുള്ള ഒരു നിർദ്ദേശവും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇന്റർമീഡിയറ്റ് കോളേജുകൾ അഥവാ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം നിലവിൽ വരുന്നത്. കൽക്കട്ട സർവകലാശാലയിൽ ബോർഡ് ഓഫ് ഹ്യൂമൻ എഡ്യൂക്കേഷൻ സ്ഥാപിതമാകുന്നതും ഈ നിർദ്ദേശങ്ങളുടെ തുടർച്ചയായി തന്നെയാണ്. സാഡ്ലർ കമ്മീഷനിൽ ചെലുത്തിയ സ്വാധീനത്തിലൂടെ ഇന്ത്യൻ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ചേറ്റൂർ ശങ്കരൻ നായർ കൊണ്ടുവന്ന പുരോഗതി ചെറുതല്ലായിരുന്നു എന്ന് സാരം. സർവകലാശാലകൾ കേവലം പരീക്ഷാ നടത്തിപ്പ് കേന്ദ്രങ്ങൾ മാത്രമല്ല എന്നും
അവിടങ്ങളിൽ ഗവേഷണവും അധ്യാപനവുമാണ് നടക്കേണ്ടത് എന്നും കൂടുതൽ സർവകലാശാലകൾ രാജ്യത്തുണ്ടാകണമെന്നും ഇംഗ്ലീഷ് പഠനം ഉന്നത വിദ്യാഭ്യാസത്തിൽ അനിവാര്യമാണ് എന്നുമൊക്കെ കമ്മീഷൻ അടിവരയിട്ട് തന്നെ പറയുന്നുണ്ട്. ഇംഗ്ലീഷ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്പാർട്ട്മെന്റ് അടച്ചു പൂട്ടുകയല്ല, കൽക്കട്ട സർവകലാശാലയ്ക്ക് ഇനിയും സൗകര്യങ്ങൾ അനുവദിച്ചു കൊടുക്കുകയാണ് വേണ്ടത് എന്നും സാഡ്ലർ കമ്മീഷൻ ശുപാർശ ചെയ്യുന്നു. അന്ന് ചേറ്റൂർ ശങ്കരൻ നായരുടെ കാർമ്മികത്വത്തിൽ നിയോഗിക്കപ്പെട്ട സാഡ്ലർ കമ്മീഷന്റെ റിപ്പോർട്ട് നടപ്പിലായതുകൊണ്ട് മാത്രമാണ് നമ്മുടെ സർവകലാശാലകളെ തകർക്കാനുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥ കോക്കസിന്റെ ശ്രമങ്ങൾ വിജയിക്കാതെ പോയത്. ഈ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങളുടെ ബലത്തിൽ സർവകലാശാലകളുടെ സൗകര്യങ്ങൾ മെച്ചപ്പെട്ടതാണ് പിന്നീട് അങ്ങോട്ട് ജഗദീഷ് ചന്ദ്ര ബോസിനെയും ഡോക്ടർ രാധാകൃഷ്ണനെയും പോലുള്ള മഹാപ്രതിഭകൾ ഈ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഉയർന്നു വരാൻ കാരണമായതും. പിന്നീട് 1948 സ്വതന്ത്ര ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഡോക്ടർ രാധാകൃഷ്ണൻ അധ്യക്ഷനായിട്ടുള്ള സമിതി രൂപീകരിക്കപ്പെടുന്നതുവരെ നീണ്ട 31 വർഷക്കാലത്തോളം ചേറ്റൂർ ശങ്കരൻ നായരുടെ നിർദ്ദേശപ്രകാരം രൂപീകരിക്കപ്പെട്ട സാഡ്ലർ യൂണിവേഴ്സിറ്റി കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ സർവകലാശാലകൾ പ്രവർത്തിച്ചു പോകുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ത്യക്കാരെ കൂടി ഭരണത്തിൽ പങ്കാളികളാക്കണം എന്നൊരു നിർദ്ദേശം ഉയർന്നു വന്നു. അതിന്റെ ഭാഗമായി അന്നത്തെ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന എഡ്വിൻ സാമുവൽ മൊണ്ടേഗുവും വൈസ്രോയി ആയിരുന്ന ഫ്രെഡറിക് ചെംസ്ഫോർഡും ചേർന്ന് മുന്നോട്ട് വെച്ച മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് നടപ്പിലാക്കുന്നതിന് മുമ്പ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ചർച്ചയ്ക്ക് വെക്കുന്നു. അന്ന് ചേറ്റൂർ ശങ്കരൻ നായർ തന്റെ വിയോജനക്കുറിപ്പ് അക്കമിട്ടെഴുതി കൗൺസിലിൽ സമർപ്പിക്കുന്നു. ഉത്തരവാദിത്തം കൈമാറാതെ ഒരു പരിഷ്കാരവും ഫലം കാണില്ല എന്ന് ശങ്കരൻ നായർ അതിൽ സ്പഷ്ടമായി തന്നെ എഴുതി വെക്കുന്നു. ആ കുറിപ്പ് അതേപടി അന്ന് പത്രങ്ങളിലും അച്ചടിച്ചു വരുന്നു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ചേറ്റൂരിന്റെ ഈ വിയോജനക്കുറിപ്പ് കൂടി ചേർത്തുകൊണ്ടാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസിന്റെ റിപ്പോർട്ട് ബ്രിട്ടീഷ് സർക്കാർ ഇംഗ്ലണ്ടിലെ പാർലമെന്ററി കാര്യ കമ്മിറ്റിക്ക് അയച്ചു കൊടുക്കുന്നത്. ചേറ്റൂർ മുന്നോട്ട് വെച്ച അഭിപ്രായങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഒടുവിൽ മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ അതിന്റെ അന്തിമ രൂപം കൈക്കൊള്ളുന്നത്. ചേറ്റൂർ ശങ്കരൻ നായരുടെ നിർദ്ദേശങ്ങൾ അരുത് എന്ന് ബ്രിട്ടീഷ് ബ്യൂറോക്രസിയും അത് പോരാ എന്ന് നമ്മുടെ ദേശീയ പ്രസ്ഥാനവും പറയുകയാണ് അന്നുണ്ടായത്. എന്തായാലും ശങ്കരൻ നായരുടെ വിയോജനക്കുറിപ്പ് കൊണ്ട് ആറ്റിക്കുറുക്കിയെടുത്ത ഈ ഭരണപരിഷ്കാരങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണത്തിൽ കൂടുതൽ പ്രാതിനിധ്യം നൽകുന്നതിന് 1919 മാർച്ച് 5 ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വരുന്നത്. ചേറ്റൂരിന്റെ നിർദ്ദേശങ്ങളുടെ കൂടി സ്വാധീനത്തിൽ ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ട മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരങ്ങളാണ് പിന്നീട് 1923 ലീ കമ്മീഷന്റെ രൂപീകരണത്തിലേക്കും കാര്യങ്ങളെ നയിക്കുന്നത്. ഇന്ത്യയിലെ ഉന്നത സിവിൽ സർവീസ് ലാവണങ്ങളുടെ ഘടനയും സ്വഭാവവും പഠിക്കാനും പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കാനുമായിട്ടാണ് ലോർഡ് ലീ അധ്യക്ഷനായിട്ട് അങ്ങനെ ഒരു കമ്മീഷൻ നിലവിൽ വന്നത്. ലീ കമ്മീഷന്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ 1926 ഒക്ടോബർ 1 ഇന്ത്യയിൽ ആദ്യമായി ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമാകുന്നു. കാലക്രമത്തിൽ ഇത് ആദ്യം ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷനായും സ്വാതന്ത്ര്യാനന്തരം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അഥവാ UPSC ആയിട്ടും മാറുന്നുണ്ട്. ശങ്കരൻ നായർ വൈസ്രോയുടെ കൗൺസിലിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് റൗളത്ത് ആക്ട് എന്ന കുപ്രസിദ്ധമായ അനാർക്കിക്കൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് ഓഫ് 1919 ബ്രിട്ടീഷ് ഭരണകൂടം പാസ്സാക്കുന്നത്. അന്ന് അതിനെ ശങ്കരൻ നായർ ശക്തമായിട്ട് എതിർത്തിരുന്നുവെങ്കിലും മറ്റുള്ളവരെല്ലാവരും അനുകൂലിച്ചത് കൊണ്ട് അത് നിയമമായി വരുന്നതിനെ തടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അങ്ങനെ 1919 മാർച്ച് 18 ബ്രിട്ടീഷ് ഇന്ത്യ ഭരിച്ചിരുന്ന ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ബ്രിട്ടീഷ് അധികാരികൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നിയമങ്ങളിൽ ഏറ്റവും അധികം ബഹുജന പ്രതിഷേധം ക്ഷണിച്ചു വരുത്തിയ നിയമങ്ങളിൽ ഒന്നായിട്ടുള്ള റൗളറ്റ് ആക്ട് പാസ്സാക്കുന്നു. ഭീകരവാദിയായിട്ട് സംശയിക്കപ്പെടുന്ന ഏതൊരു വ്യക്തിയെയും കൃത്യമായ ഒരു ചാർജും കൂടാതെ അറസ്റ്റ് ചെയ്യാനും വിചാരണ കൂടാതെ 2 വർഷം വരെ തടവിലിടാനും ഈ നിയമം സർക്കാരിന് അധികാരം നൽകി. ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണെങ്കിൽ അത് സ്വാതന്ത്ര്യ സമരക്കാരെ അടിച്ചമർത്താൻ വേണ്ടി വ്യാപകമായി ദുരുപയോഗം ചെയ്യുകയും ചെയ്തു. റൗളറ്റ് ആക്ടിനെതിരെ 1919 ഏപ്രിൽ 6 ഗാന്ധിജി റൗളറ്റ് സത്യാഗ്രഹം ആരംഭിക്കുന്നു. തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ 4ാമത്തെ സമരമായ ഈ റൗളറ്റ് സത്യാഗ്രഹത്തിലൂടെയാണ് ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു പാൻ ഇന്ത്യൻ സമിതിയുള്ള നേതാവായിട്ട് ഉയർന്നു വരുന്നത്. ഗാന്ധിജിയുടെ സമരാഹ്വാനം പൊതുജനം ഏറ്റെടുത്തതോടെ രാജ്യം മുഴുവൻ ഈ കരിനിയമത്തിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറി. മൈക്കൽ ഓഡയർ എന്ന മർക്കടമുഷ്ടിക്കാരനായിട്ടുള്ള ഗവർണർ ഭരിച്ചിരുന്ന പഞ്ചാബിൽ ആ പ്രതിഷേധങ്ങൾക്ക് ശക്തി 10 മടങ്ങായിരുന്നു. ഈ പ്രതിഷേധങ്ങളുടെ പേരിൽ 1919 ഏപ്രിൽ 10 കോൺഗ്രസിന്റെ 2 പ്രമുഖ നേതാക്കളായിട്ടുള്ള ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു എന്നിവർ അറസ്റ്റിലാവുന്നു. ഈ ഒരു അറസ്റ്റ് നടന്ന് 3 ദിവസത്തിനുള്ളിൽ അമൃത്സറിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു പ്രതിഷേധ പ്രകടനം കുപ്രസിദ്ധമായിട്ടുള്ള ജലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ കലാശിക്കുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പുറംലോകമറിഞ്ഞ ഏറ്റവും രക്തരൂഷിതമായ ഒരു അധ്യായമായിരുന്നു അത്. അതിലേക്ക് കാര്യങ്ങളെ നയിച്ചതിൽ റൗളറ്റ് ആക്ടിനുള്ള പങ്ക് ചെറുതല്ല. ഈ കരിനിയമത്തിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ പലതും അന്ന് അക്രമങ്ങളിൽ കലാശിച്ചിരുന്നു.
ആ ചെറിയ അക്രമങ്ങൾ വൈകാതെ വലിയ വലിയ കലാപങ്ങൾക്ക് വഴിമാറി. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ പഞ്ചാബിൽ വ്യാപകമായി ആക്രമിക്കപ്പെട്ടു. പൊതുമുതലും വൻതോതിൽ നശിപ്പിക്കപ്പെട്ടു. ഇതിനിടയ്ക്ക് ഏപ്രിൽ 11 അമൃത്സറിൽ ജനക്കൂട്ടം മാർസെല്ല ഷെർവുഡ് എന്നൊരു ഇംഗ്ലീഷ് മിഷണറി വനിതയെ ആക്രമിക്കുന്നു. ഇതിൽ കുപിതനായിട്ടുള്ള ജലന്ധർ ബ്രിഗേഡിലെ ജനറൽ കമാൻഡിംഗ് ഓഫീസറും താൽക്കാലിക ബ്രിഗേഡിയറുമായിരുന്ന കേണൽ റെജിനാൾഡ് എഡ്വേർഡ് ഹാരി ഡെയർ തദ്ദേശവാസികളെ അതികഠിനമായിട്ട് ശിക്ഷിക്കാൻ തുടങ്ങി. ഡെയറിനായിരുന്നു അന്ന് പഞ്ചാബിന്റെ ക്രമസമാധാനത്തിന്റെ ചുമതല. 1919 ഏപ്രിൽ 13 ജനറൽ ഡയർ അമൃത്സർ നഗരത്തിൽ എല്ലാവിധ പ്രകടനങ്ങളും സമ്മേളനങ്ങളും നിരോധിച്ചുകൊണ്ട് ഉത്തരവിട്ടു. രാവിലെ 9 മണി മുതൽ നഗരത്തിൽ മാർഷൽ ലോയും നടപ്പിലാക്കി. നഗരത്തിൽ ഇങ്ങനെ മാർഷൽ ലോ നിലനിൽക്കുമ്പോൾ അന്നേ ദിവസം വൈകിട്ട് 4:30 ഏതാണ്ട് 20,000-ഓളം ആളുകൾ അമൃത്സറിലെ ജലിയൻവാല ബാഗ് എന്നൊരു പഴയ ഉദ്യാനത്തിൽ ഒരു യോഗം ചേരുന്നതായിട്ട് ജനറൽ ഡയറിന് വിവരം കിട്ടുന്നു. അയാളപ്പോൾ ക്യാപ്റ്റൻ ബ്രിക്സ്, ക്യാപ്റ്റൻ മോർഗൻ, അമൃത്സർ പോലീസ് സൂപ്രണ്ടായിട്ടുള്ള ജെ ഫ്രീഹിൽ, DSP ആർ പ്ലോമർ എന്നിവർക്കൊപ്പം ജലിയൻവാല ബാഗിലേക്ക് പോകുന്നു. 9th ഗൂർഖ റൈഫിൾസിന്റെ 7th ബറ്റാലിയനിലെ 25 ഗൂർഖകളും 54th സിഖ് റൈഫിൾസിലെയും 59th സിന്ധ് റൈഫിൾസിലെയും 25 വീതം പഠാനികളും ബലൂച്ചികളും യന്ത്രത്തോക്കുകൾ ഘടിപ്പിച്ച 2 കാറുകളും അടക്കമായിരുന്നു ജനറൽ ഡയറിന്റെ ഈ പോക്ക്. റൗലറ്റ് ആക്ടിൽ പ്രതിഷേധിക്കാൻ വേണ്ടി ഒത്തുകൂടിയവരെ കൂടാതെ ആ മൈതാനത്ത് അന്ന് സിഖ് പുണ്യദിവസമായിട്ടുള്ള ബൈസാഖി ആഘോഷിക്കാൻ വേണ്ടി അമൃത്സറിലെ സുവർണക്ഷേത്രത്തിലേക്ക് എത്തിയ ഭക്തജനങ്ങളും ഒത്തുകൂടിയിരുന്നു. അവരിൽ വൃദ്ധരും സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. 6-7 ഏക്കർ വലിപ്പമുള്ള ആ വലിയ മൈതാനത്തിലേക്കുള്ള പ്രധാന പ്രവേശന കവാടം അടച്ചു നിന്നുകൊണ്ട് അവിടെ തടിച്ചുകൂടിയ പ്രതിഷേധക്കാർക്ക് നേരെ യാതൊരു പ്രകോപനവും കൂടാതെ തന്നെ വെടിപൊട്ടിക്കാൻ ജനറൽ ഡയർ തൻ്റെ പട്ടാളക്കാരോട് ഉത്തരവിടുന്നു. ആ മൈതാനത്തിലേക്കുള്ള മറ്റ് 4 ചെറു കവാടങ്ങളും അപ്പോൾ പൂട്ടിക്കിടക്കുകയായിരുന്നു എന്നതുകൊണ്ട് ജനങ്ങൾക്ക് ഒന്ന് ഓടി രക്ഷപ്പെടാൻ പോലും മറ്റു മാർഗങ്ങളില്ലായിരുന്നു. 3 വശങ്ങളിലും മറികടക്കാൻ പ്രയാസമുള്ള 10 അടിയോളം ഉയരമുള്ള കൂറ്റൻ മതിൽക്കെട്ടുകൾ. അവശേഷിച്ച ഒരേ ഒരു കവാടത്തിൽ തീ തുപ്പി മരണം വിതച്ചുകൊണ്ട് ജനറൽ ഡയറിന്റെ പട്ടാളവും. ഗത്യന്തരമില്ലാതെ പലരും അവിടെയുള്ളൊരു കിണറ്റിലേക്ക് എടുത്തു ചാടുന്നു. പിന്നീട് 120ഓളം മൃതദേഹങ്ങൾ ഈ കിണറ്റിൽ നിന്ന് മാത്രം കണ്ടെടുക്കുകയുണ്ടായി. ഏതാണ്ട് 10 മിനിറ്റോളം ഈ വെടിവെപ്പ് നീണ്ടു നിന്നു. വെടിയുണ്ടകൾ തീർന്നു പോയതുകൊണ്ട് മാത്രമാണ് അന്ന് പട്ടാളം ഫയറിംഗ് നിർത്തുന്നത്. ഏതാണ്ട് 1650 റൗണ്ട് വെടിപൊട്ടി എന്നാണ് ഏകദേശ കണക്ക്. മൈതാനത്തു നിന്ന് കണ്ടെടുത്ത 4 ഷെല്ലുകൾ മാത്രമാണ് ഈ കണക്കിന് ആധാരം. ബ്രിട്ടീഷുകാരുടെ ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് 309 പേർ കൊല്ലപ്പെട്ടു, 1000ഓളം പേർക്ക് പരിക്കേറ്റു. യഥാർത്ഥത്തിൽ 1000-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും 1500-ലധികം പേർക്ക് പരിക്കു പറ്റുകയും ചെയ്തിരുന്നു. ഇങ്ങനെയൊരു വെടിവെപ്പുണ്ടായി എന്ന വിവരം അറിഞ്ഞ ഉടനെ തന്നെ പഞ്ചാബിന്റെ അതിർത്തികൾ സീൽ ചെയ്യപ്പെടുന്നു. ഒരാൾക്കും പഞ്ചാബിനകത്തേക്കോ അകത്തുനിന്ന് പുറത്തേക്കോ പോകാനുള്ള അനുമതി പിന്നെ ഉണ്ടായില്ല. പത്രങ്ങൾക്ക് ഇന്ത്യ മുഴുവൻ നിരോധനം ഏർപ്പെടുത്തപ്പെട്ടു. ആകെ പ്രവർത്തനാനുമതി ഉണ്ടായിരുന്നത് ബ്രിട്ടീഷ് പ്രൊപ്പഗാൻഡ പത്രമായ ക്രോണിക്കിളിന് മാത്രമാണ്. ഈ കൂട്ടക്കൊലയെക്കുറിച്ചുള്ള ഒരു വാർത്ത പോലും അന്ന് പുറത്തു വരികയുണ്ടായില്ല എന്ന് ചുരുക്കം. തുടക്കത്തിൽ ചേറ്റൂർ ശങ്കരൻ നായരിലേക്ക് പോലും ആ വാർത്ത എത്തുന്നില്ല. അത്ര വിദഗ്ധമായി പഞ്ചാബിലെ ബ്രിട്ടീഷ് ഭരണകൂടം ആ വാർത്തയെ മുക്കിക്കളഞ്ഞിരുന്നു. എന്നാൽ അധികം വൈകാതെ ഈ അതിർത്തികളിലെ നിയന്ത്രണങ്ങൾ ലംഘിച്ചുകൊണ്ട് പഞ്ചാബിനുള്ളിൽ നിന്ന് പലരും പുറത്തേക്ക് രക്ഷപ്പെട്ടു വരാൻ തുടങ്ങി. അങ്ങനെ പുറത്തു വന്നവരിലൂടെയാണ് ബ്രിട്ടീഷുകാർ പ്രവർത്തിച്ച ഈ കൊടും പാതകത്തെക്കുറിച്ചുള്ള വിവരം ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് അന്ന് എത്തുന്നത്. ഈ ദാരുണ സംഭവം അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഭാഗമായിരുന്ന ശങ്കരൻ നായരെ കുറച്ചൊന്നുമല്ല പിടിച്ചുലച്ചത്. തൻ്റെ സഹോദരങ്ങളെ അരുങ്കൊല ചെയ്ത ഭരണകൂടത്തിന്റെ ഭാഗമായി ഒരു നിമിഷം പോലും തുടരാൻ അദ്ദേഹത്തെ മനസാക്ഷി അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. 1919 ജൂലൈ 23 ശങ്കരൻ നായർ വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോയി. രാജിവെക്കരുത് എന്ന് അന്നത്തെ വൈസ്രോയി ലോർഡ് ചെംസ്ഫോർഡ് പരമാവധി അപേക്ഷിച്ചു നോക്കിയെങ്കിലും നായർ അതിന് വഴങ്ങുന്നില്ല. ഈ കൂട്ടക്കൊലയുടെ വിവരം ലോകം അറിഞ്ഞപ്പോൾ ആ പ്രവൃത്തിയെ എല്ലാവരും ഒരേ സ്വരത്തിൽ അപലപിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ പാർലമെന്റിൽ അന്ന് വെടിവെപ്പിനെ വിശേഷിപ്പിച്ചത് മോൺസ്ട്രസ് ആക്ട് എന്നാണ്. ജലിയൻവാല ബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ ടാഗോർ തന്റെ നൈറ്റ്ഹുഡ് ഉപേക്ഷിക്കുന്നു. അങ്ങനെ പ്രശ്നം ആകെ വഷളായതോടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് നടപടി സ്വീകരിക്കാൻ തയ്യാറാകുന്നു. 1919 ഒക്ടോബറിൽ ജലിയൻവാല ബാഗ് സംഭവം അന്വേഷിക്കാൻ വേണ്ടി ലോർഡ് വില്യം ഹണ്ടറിന്റെ അധ്യക്ഷതയിൽ ഒരു കമ്മീഷനെ നിയോഗിക്കുന്നു. ഹണ്ടർ കമ്മീഷന്റെ കണ്ടെത്തലുകൾ ഞെട്ടിക്കുന്നവയാണെന്ന് കണ്ടതോടെ എഡ്വിൻ മൊണ്ടേഗു ഇംഗ്ലണ്ടിൽ ഒരു പാർലമെന്ററി സമിതി രൂപീകരിക്കാൻ തീരുമാനിക്കുന്നു. ഈ ഒരു സമിതിക്ക് മുന്നിൽ തെളിവ് നൽകാൻ അന്ന് ചേറ്റൂർ ശങ്കരൻ നായരെ അദ്ദേഹം ലണ്ടനിലേക്ക് വിളിപ്പിക്കുന്നു. ചേറ്റൂർ അന്ന് ഇംഗ്ലണ്ടിൽ എത്തിയെങ്കിലും പാർലമെന്ററി സമിതിക്ക് മുന്നിലേക്കൊന്നും അദ്ദേഹം പോകുന്നില്ല. പകരം ലണ്ടനിലെ പത്രമാധ്യമങ്ങളിലൂടെ അദ്ദേഹം ജലിയൻവാല ബാഗിൽ യഥാർത്ഥത്തിൽ നടന്നത് എന്താണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു.
നായർ ലണ്ടനിലെത്തി അല്പനാളുകൾക്കുള്ളിൽ മൊണ്ടേഗു പ്രഭു അദ്ദേഹത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെ കൗൺസിലിൽ അംഗമാകാൻ ക്ഷണിക്കുന്നു. 1920 ജനുവരി 2 നായർ ആ അംഗത്വം സ്വീകരിക്കുകയും ചെയ്യുന്നു. ആ കൗൺസിലിൽ ചെന്ന് അദ്ദേഹം പഞ്ചാബിലെ ആർമി അട്രോസിറ്റീസിനെ കുറിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചുവെങ്കിലും അതുകൊണ്ടൊന്നും ഫലമുണ്ടാവുന്നില്ല. 1920 ഏപ്രിൽ 10 ഹണ്ടർ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു. അതിലെ നിർദ്ദേശങ്ങൾ പ്രകാരം ജനറൽ റെജിനാൾഡ് ഡയർ ഉദ്യോഗത്തിൽ നിന്ന് താൽക്കാലികമായിട്ട് മാറ്റി നിർത്തപ്പെട്ടു. ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിയെത്തിയ ശേഷം ജോലിയിൽ നിന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോകാൻ അദ്ദേഹം നിർബന്ധിതനാവുകയും ചെയ്തു. അതേസമയം ജലിയൻവാലാബാഗ് കൂട്ടക്കൊലയുടെ പേരിൽ ബ്രിട്ടനിൽ ജനറൽ ഡയറിന് കാര്യമായ പിന്തുണ തന്നെ അന്ന് കിട്ടുന്നുണ്ട്. ഡയറിന് ഒരു സ്വാർഡ് ഓഫ് ഓണറും പണക്കിഴിയും സമ്മാനിക്കാൻ വേണ്ടി ജനങ്ങൾക്കിടയിൽ അന്ന് പണപ്പിരിവ് പോലും നടക്കുന്നുണ്ട്. ഒപ്പം സാഹിത്യകാരനായിട്ടുള്ള റുഡിയാർഡ് കിപ്ലിങ്ങിനെ പോലെ പലരും അന്ന് ഡയറിനെ പിന്തുണയ്ക്കുന്നു. എന്നാൽ സൈന്യത്തിലെ ഉന്നത പദവിയിൽ നിന്ന് താൽക്കാലികമായിട്ടാണെങ്കിലും മാറ്റി നിർത്തപ്പെട്ടത് ജനറൽ ഡയറിനെ മാനസികമായിട്ട് തകർത്തു കളയുന്നു. നിരാശനും രോഗാതുരനുമായ ഡയർ നിരവധി പക്ഷാഘാതങ്ങൾക്കൊടുവിൽ താൻ ചെയ്തത് ശരിയോ തെറ്റോ എന്ന സ്വന്തം മനസാക്ഷിയുടെ ചോദ്യം ചെയ്യലിന് വിധേയനായി ഏറെ നാൾ ചെലവിട്ട ശേഷം പിന്നീട് 1927 മരണത്തിന് കീഴടങ്ങുകയാണ് ഉണ്ടായത്. മൊണ്ടേഗു നിർദ്ദേശിച്ച പരിഷ്കാരങ്ങളോട് ഒട്ടും താല്പര്യമില്ലാതിരുന്ന ലോർഡ് റീഡിംഗ് ഇന്ത്യയുടെ അടുത്ത വൈസ്രോയി ആയതോടെ ഇംഗ്ലണ്ടിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് ശങ്കരൻ നായർക്ക് തോന്നി. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെ കൗൺസിൽ അംഗത്വം രാജിവെച്ച് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിപ്പോയി. തിരിച്ചെത്തിയ ചെറ്റൂർ ശങ്കരൻ നായർ കണ്ടത് ഏറെ മാറിയ സ്വന്തം നാടിനെയാണ്. രാജ്യത്തെ രാഷ്ട്രീയ ചിത്രം പാടെ മാറിക്കഴിഞ്ഞിരുന്നു. മഹാത്മാഗാന്ധി ചോദ്യം ചെയ്യപ്പെടാനാവാത്ത അനിഷേധ്യ നേതാവായി ഉയർന്നു വന്നു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്ക് വലിയ ജനപിന്തുണ കിട്ടാനും തുടങ്ങിയിരുന്നു. രാജ്യം മുഴുവൻ ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനം പടർന്നു പിടിച്ചു കഴിഞ്ഞിരുന്നു. മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി സഹോദരന്മാരുടെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിനും ഗാന്ധിജി വലിയ പിന്തുണ നൽകുന്ന കാലമാണ്. ഗാന്ധിജി പറഞ്ഞതുകൊണ്ട് മാത്രം അതിന് കോൺഗ്രസിന്റെയും പിന്തുണ കിട്ടുന്നു. 1922 ജനുവരി 16 ബ്രിട്ടീഷ് സർക്കാരുമായിട്ടുള്ള ഒത്തുതീർപ്പിനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു സർവകക്ഷി സമ്മേളനം നടന്നപ്പോൾ അതിന്റെ അധ്യക്ഷൻ ചേറ്റൂർ ശങ്കരൻ നായരായിരുന്നു. എന്നാൽ ഈ സമ്മേളനത്തിൽ വെച്ച് ഗാന്ധിജി വെട്ടിത്തുറന്നു പറഞ്ഞ കർക്കശമായിട്ടുള്ള അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ ആ സമ്മേളനം വിജയിക്കില്ല എന്ന് നായർക്ക് ബോധ്യം വന്നു. അദ്ദേഹം ഉടനടി ആ സർവകക്ഷി സമ്മേളനം പിരിച്ചുവിടുകയും അതിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയും ചെയ്തു. ചേറ്റൂർ ശങ്കരൻ നായർ ആത്യന്തികമായി ഒരു ഭരണഘടനാനുസൃത സ്വാതന്ത്ര്യവാദിയായിരുന്നു. അദ്ദേഹത്തിന് ഗാന്ധിജി മുന്നോട്ട് വെച്ച സിവിൽ നിയമലംഘനം, നിസ്സഹകരണം, നികുതി നിഷേധം തുടങ്ങിയ സമരമുറകളോട് കടുത്ത വിയോജിപ്പായിരുന്നു. അത് കാലക്രമത്തിൽ നമുക്ക് തന്നെ ദോഷം ചെയ്യുമെന്നും രാജ്യത്ത് നിയമവാഴ്ച അംഗീകരിക്കാത്ത ഒരു ജനതയെ വാർത്തെടുക്കുമെന്നും അരാജകത്വം സൃഷ്ടിക്കുമെന്നും മിതവാദിയും നിയമജ്ഞനുമായിട്ടുള്ള അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യം എന്നത് ഇന്നല്ലെങ്കിൽ നാളെ യാഥാർത്ഥ്യമാകുമെന്നും ആ സമയത്ത് ഈ രാഷ്ട്രീയ അരാജകത്വം നമുക്ക് ദോഷം ചെയ്യുമെന്നും അദ്ദേഹം ഗാന്ധി അനുഭാവികളോട് വെട്ടിത്തുറന്നു പറഞ്ഞു. അതുപോലെ വിദ്യാർത്ഥികളോട് സ്കൂളുകളും കോളേജുകളും ബഹിഷ്കരിച്ചുകൊണ്ട് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാൻ ഗാന്ധിജി പറഞ്ഞത് ചേറ്റൂരിനെ അരിശം കൊള്ളിക്കുന്നു. അത് വിദ്യാഭ്യാസം കൊണ്ട് മുന്നേറാനുള്ള അധസ്ഥിതന്റെ അവസരം ഇല്ലാതാക്കുമെന്ന് നായർ കരുതി. നമ്മുടെ വിദ്യാർത്ഥികളോട് പഠിപ്പ് ഉപേക്ഷിച്ച് ദേശീയ പ്രസ്ഥാനത്തിന്റെ പാതയിലേക്ക് സമരത്തിനിറങ്ങാൻ പറയുന്നത് വിത്തെടുത്തുണ്ണുന്നതിന് തുല്യമാണ് എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. പട്ടിണി കിടന്ന് ചാവാൻ നേരത്ത് വേണമെങ്കിൽ വിത്തെടുത്ത് ഉണ്ണാമെന്ന് അന്ന് രാജാജി ചേറ്റൂരിന് മറുപടിയും കൊടുക്കുന്നുണ്ട്. അതുപോലെ അഭിഭാഷകർ ഗാന്ധിജിയുടെ ആഹ്വാനം ചെവിക്കൊണ്ട് കോടതി മുറികൾ ബഹിഷ്കരിക്കുകയാണെങ്കിൽ അതുകൊണ്ട് നീതി നിഷേധിക്കപ്പെടുക പാവപ്പെട്ടവന് മാത്രമാകുമെന്നും ചേറ്റൂർ കരുതി. ഖിലാഫത്തിനെ കൂട്ടുപിടിച്ചുള്ള ഗാന്ധിജിയുടെയും കോൺഗ്രസിന്റെയും പ്രവർത്തനങ്ങൾ മതത്തെ രാഷ്ട്രീയവുമായിട്ട് കൂട്ടിക്കലർത്തുന്ന പരിപാടിയാണ് എന്ന് ശങ്കരൻ നായർ തുറന്നു പറഞ്ഞു. അങ്ങനെ ചെയ്യുന്നത് ഭാവിയിൽ വർഗീയതയ്ക്ക് കാരണമാകുമെന്നും അദ്ദേഹം അന്നേ പറഞ്ഞു വെച്ചു. പിടിവാശിയോടെയുള്ള ഗാന്ധിജിയുടെ പല നിലപാടുകളോടും തനിക്കുള്ള അസന്തുഷ്ടി ശങ്കരൻ നായർ മറച്ചു വെച്ചില്ല. ഇന്ത്യയിലെത്തി അധികം വൈകാതെ നാട്ടുരാജ്യമായ ഇൻഡോറിലെ യശ്വന്ത്റാവു ഹോൾക്കർ രണ്ടാമൻ രാജാവിന്റെ ദിവാനായിട്ട് ചേറ്റൂർ ശങ്കരൻ നായർ നിയമിതനാകുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹം തന്റെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകം ഗാന്ധി ആൻഡ് അനാർക്കി എഴുതി പൂർത്തിയാക്കുന്നത്. ഈ വിവാദമായിട്ടുള്ള കൃതി ഇന്ത്യൻ രാഷ്ട്രീയത്തെ അന്ന് ഇളക്കി മറിക്കുന്നു. പുസ്തകത്തിന്റെ നിരവധി പതിപ്പുകളും പുറത്തിറങ്ങുന്നു. എന്നാൽ ഗാന്ധിജിയെ ദൈവമായി കണ്ടിരുന്ന അന്നത്തെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾക്ക് ചേറ്റൂരിന്റെ ഗാന്ധി വിമർശനങ്ങൾ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. പലരും അദ്ദേഹത്തെ കടുത്ത ഭാഷയിൽ ഭർഷിക്കുന്നു. ഈ പുസ്തകത്തിന്റെ പേരിൽ മാത്രം പലരും അദ്ദേഹത്തിൽ നിന്ന് അകന്നു പോകുന്നു. കോൺഗ്രസ് പ്രസ്ഥാനം തന്നെ അദ്ദേഹത്തിന് ഏറെക്കുറെ അയിത്തം കൽപ്പിക്കുന്നു.
ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ശങ്കരൻ നായർ തന്റെ നിലപാടുകളിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു. 1909 ഗാന്ധിജി എഴുതിയ, പിന്നീട് അങ്ങോട്ടുള്ള ഗാന്ധിയൻ ആദർശങ്ങളുടെ മൂലാധാരമായിട്ട് മാറിയ ഹിന്ദു സ്വരാജ് എന്ന കൃതിയെ മുൻനിർത്തിയാണ് ചേറ്റൂർ ഗാന്ധിജിയെ വിമർശിച്ചത്. ശങ്കരൻ നായരുടെ ബാക്കി ഗാന്ധി വിമർശനങ്ങൾ നമുക്ക് ഇതേ പുസ്തകത്തിൽ നിന്ന് വിശദമായി വായിച്ചെടുക്കാനാവും. ഗാന്ധി ആൻഡ് അനാർക്കി എന്ന ചേറ്റൂരിന്റെ പുസ്തകത്തിൽ മൈക്കൽ ഓഡയറിനെ കുറിച്ചൊരു നെഗറ്റീവ് പരാമർശമുണ്ടായിരുന്നു. ജലിയൻവാലാബാഗ് അടക്കമുള്ള കൊടും ക്രൂരതകൾക്ക് ഉത്തരവാദി, അതിന് അരങ്ങൊരുക്കി കൊടുത്തയാൾ അന്നത്തെ പഞ്ചാബ് ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്ന മൈക്കൽ ഓഡയർ ആണ് എന്നതായിരുന്നു അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപം. 1922 ജൂൺ മാസത്തിൽ ഇത് വായിക്കുന്ന ഓഡയർ ചേറ്റൂർ ശങ്കരൻ നായർ തന്റെ പുസ്തകത്തിലെ ആക്ഷേപ പരാമർശം പിൻവലിച്ച് പൊതുജന സമക്ഷം പരസ്യമായിട്ട് മാപ്പ് പറയണം എന്ന് ആവശ്യപ്പെട്ടു. നായർ അത് തള്ളിക്കളഞ്ഞു. തന്റെ പേരിലുള്ള കളങ്കങ്ങളെ കഴുകിക്കളയാൻ ഇതൊരു ഒന്നാന്തരം അവസരമായിട്ട് കാണുന്ന ഓഡയർ ഇംഗ്ലണ്ടിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള കിങ്സ് ബെഞ്ചിൽ തന്നെ ചേറ്റൂർ ശങ്കരൻ നായർക്കെതിരെ ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്നു. 1924 ഏപ്രിൽ 30 ലോകശ്രദ്ധ ആകർഷിച്ച ഈ കേസിലെ വാദങ്ങൾ തുടങ്ങുന്നു. ഏറെ ദീർഘമായ ഒരു സിവിൽ കേസിന്റെ തുടക്കമായിരുന്നു അത്. 5.5 ആഴ്ചയോളം തിങ്ങി നിറഞ്ഞ കോടതി മുറിക്കുള്ളിൽ വാദപ്രതിവാദങ്ങൾ നടക്കുന്നു. 12 അംഗ ജൂറിയിൽ എല്ലാവരും ഇംഗ്ലീഷുകാരായിരുന്നു. 9 പുരുഷന്മാരും 3 സ്ത്രീകളും. ജൂറി അധ്യക്ഷനാവട്ടെ തികഞ്ഞ ബ്രിട്ടീഷ് പക്ഷപാതിയായിട്ടുള്ള ജസ്റ്റിസ് ഹെൻറി മക്കാഡിയും. ഒടുവിൽ 1924 ജൂൺ 6 മക്കാഡി ശങ്കരൻ നായർക്കെതിരെ വിധി പ്രഖ്യാപിക്കുന്നു. 500 പവനും കേസ് നടത്തിപ്പിന്റെ ചെലവും നായർ ഒഡയറിന് കൊടുക്കണം. ജൂറിയിലെ 12-ൽ 11 പേരും നായർക്കെതിരായിരുന്നു. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ റീഡറും സുപ്രസിദ്ധ മാർക്സിസ്റ്റ് പൊളിറ്റിക്കൽ തിയറിസ്റ്റുമായിരുന്ന ഹാരോൾഡ് ലാസ്കി മാത്രമാണ് അന്ന് ശങ്കരൻ നായർക്ക് അനുകൂലമായി നിലപാടെടുത്ത ഒരേ ഒരു ജൂറി അംഗം. വിധി പ്രസ്താവന തനിക്ക് എതിരായിരുന്നിട്ടും അന്ന് പകൽ കോടതി മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി സ്വന്തം താമസ സ്ഥലത്തേക്ക് നനുത്തൊരു ചാറ്റൽ മഴയത്ത് തൻ്റെ ഭാര്യയുടെ കൈയും പിടിച്ച് നടന്നു നീങ്ങിയ നായരുടെ തല തെല്ലും കുനിഞ്ഞിരുന്നില്ല. താൻ ചെയ്തതിന്റെ ശരിയെക്കുറിച്ചുള്ള ബോധ്യം അദ്ദേഹത്തിന് മനസാക്ഷിക്ക് ഉണ്ടായിരുന്നു. ഓഡയറുമായിട്ടുള്ള വ്യവഹാരത്തിൽ ജൂറി അടക്കം മറുപക്ഷത്തായിരുന്നത് കൊണ്ട് മാത്രം പരാജയപ്പെട്ടു പോയി എങ്കിലും ചേറ്റൂർ ശങ്കരൻ നായർ എന്ന രാജ്യസ്നേഹിയുടെ നിയോഗം പൂർത്തിയായി കഴിഞ്ഞിരുന്നു. കാരണം ജലിയൻവാലാബാഗ് കൂട്ടക്കൊല എന്ന ബ്രിട്ടീഷ് അട്രോസിറ്റിയെക്കുറിച്ച് ഒരു അവയർനെസ് ലോകരാജ്യങ്ങളിലെ ജനങ്ങൾക്കിടയിൽ, ഇന്ത്യയിലെ പൗരന്മാർക്കിടയിൽ ഉണ്ടാകാൻ ഈ കേസ് കാരണമായി. കോടതി മുറിയിലെ ചേറ്റൂർ ശങ്കരൻ നായർ എന്ന അസാമാന്യനായ അഭിഭാഷകന്റെ വാദമുഖങ്ങളും സാക്ഷി വിസ്താരങ്ങളും ലോകത്തിലെ സകല രാജ്യങ്ങളിലെയും പത്രങ്ങളിൽ മുടങ്ങാതെ വന്നുകൊണ്ടിരുന്ന ഈ വിചാരണയുടെ റിപ്പോർട്ടാഷും ഈ കൂട്ടക്കൊലയുടെ ഭീകരത ലോകത്തെ ബോധ്യപ്പെടുത്തി. ഈ കേസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ചേറ്റൂരിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് സൺ ആയിട്ടുള്ള രഘു പാലാട്ടും ഭാര്യ പുഷ്പ പാലാട്ടും ചേർന്നെഴുതിയ ദ കേസ് ദാറ്റ് ഷുക്ക് ദ എംപയർ, വൺ മാൻസ് ഫൈറ്റ് ഫോർ ദ ട്രൂത്ത് അബൌട്ട് ദ ജലിയൻവാലാബാഗ് മാസക്കർ എന്ന പുസ്തകത്തിൽ കാണാം. ചേറ്റൂർ ശങ്കരൻ നായർക്കെതിരെ ഇങ്ങനൊരു മാനനഷ്ട കേസ് വാദിച്ച് ജയിച്ച് ഭീമമായ നഷ്ടപരിഹാരത്തുക നേടിയെടുത്തത് ഓഡയർക്ക് ഇംഗ്ലണ്ടിൽ വലിയ ഹീറോ പരിവേഷമൊക്കെ നേടിക്കൊടുത്തു എങ്കിലും അയാളുടെ അന്ത്യം ഒട്ടും ശുഭകരമായിരുന്നില്ല. 1940 മാർച്ച് 13 ഓഡയറുടെ 75-ാം വയസ്സിൽ വെസ്റ്റ്മിൻസ്റ്റർ ലണ്ടനിലെ കാക്സ്റ്റൺ ഹാളിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷന്റെയും സെൻട്രൽ ഏഷ്യ സൊസൈറ്റിയുടെയും ഒരു സംയുക്ത സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ ഓഡയറെ സർദാർ ഉദ്ധം സിംഗ് എന്ന ഇന്ത്യൻ വിപ്ലവകാരി പുസ്തകത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച ഒരു റിവോൾവർ കൊണ്ട് വെടിവെച്ച് കൊന്നുകളയുന്നു. ബ്രിട്ടീഷ് കോടതിയിൽ നിന്ന് തനിക്കെതിരായ വിധി വരുന്ന സമയത്തേക്ക് വാർദ്ധക്യം ശങ്കരൻ നായരെ വല്ലാതെ തളർത്തിയിരുന്നു. കേസ് നടത്താൻ വേണ്ടി അലഞ്ഞലഞ്ഞ് അദ്ദേഹം വല്ലാതെ ക്ഷീണിച്ചു പോയിരുന്നു. കുറച്ചുകാലം ഇംഗ്ലണ്ടിൽ തന്നെ വിശ്രമിച്ച ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്ന നായർ തന്റെ ഫോക്കസ് നഷ്ടപ്പെടുത്താതെ പിന്നെയും രാഷ്ട്ര നിർമ്മാണത്തിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ മുഴുകുന്നു. 1926 ഏപ്രിൽ മാസത്തിൽ ബദ്രീനാഥ് യാത്രക്കിടെ ഏറെ അവിചാരിതമായി ചേറ്റൂരിന്റെ പത്നി പാലാട്ട് കുഞ്ഞുമാളു അമ്മ ദിവംഗതയാകുന്നു. പത്നി വിയോഗം അദ്ദേഹത്തെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നു. 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വരുന്നു. അതിനെ ഗാന്ധിജിയും കോൺഗ്രസ് പാർട്ടിയും തുറന്നെതിർക്കുന്നു. ലാലാജിയുടെ സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ഇന്ത്യൻ രാഷ്ട്രീയ നഭോമണ്ഡലത്തെ കിടുകിട വിറപ്പിക്കുന്നു. എന്നാൽ ഭൂരിപക്ഷവും ആ നിലപാട് സ്വീകരിച്ചപ്പോഴും അംബേദ്കർക്കും പെരിയാറിനുമൊപ്പം ചേറ്റൂർ ശങ്കരൻ നായരും സൈമൺ കമ്മീഷനെ എതിർക്കുകയല്ല വേണ്ടത്, അതുമായിട്ട് സഹകരിക്കുകയാണ് എന്ന അഭിപ്രായമാണ് പ്രകടിപ്പിക്കുന്നത്. അന്ന് കോൺഗ്രസ് പക്ഷത്തിന്റെ വീര്യം കുറയ്ക്കാനും കമ്മീഷനുമായിട്ട് സഹകരിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനും വേണ്ടി ഇന്ത്യൻ സെൻട്രൽ കമ്മിറ്റി എന്നൊരു സമിതി ബ്രിട്ടീഷുകാർ രൂപീകരിച്ചപ്പോൾ അതിന്റെ അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതും സാക്ഷാൽ ചേറ്റൂർ തന്നെയായിരുന്നു. ഈ ഒരു സ്ഥാനം ശങ്കരൻ നായർ ഏറ്റെടുത്തതോടെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് അദ്ദേഹം കൂടുതൽ വെറുക്കപ്പെട്ടവനായി. അവിടെ നിന്ന് അങ്ങോട്ട് ദേശീയ പ്രസ്ഥാനത്തിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ വലിയൊരു ബഹുജന മുന്നേറ്റം തന്നെ ഉണ്ടാകുന്നതാണ് നമ്മൾ കാണുന്നത്. ആ ബഹുജന മുന്നേറ്റത്തിന്റെ പ്രവാഹത്തിൽ
ശങ്കരൻ നായരുടെ യുക്തിയിലും പ്രായോഗിക രാഷ്ട്രീയത്തിലും ഭരണഘടനാനുസൃത പ്രവർത്തന ശൈലിയിലും അധിഷ്ഠിതമായിട്ടുള്ള ആശയങ്ങൾക്ക് ജനപിന്തുണ ഇല്ലാതെയാകുന്നു. പിന്നീട് നടന്ന വട്ടമേശ സമ്മേളനങ്ങളിൽ ശങ്കരൻ നായരെ കൂടെ പങ്കെടുപ്പിക്കാൻ അന്ന് ബ്രിട്ടീഷ് ഭരണകൂടം പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ അന്നത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോക്കിൽ ദുഃഖിതനായിരുന്ന നായർ അതിന് വിസമ്മതിക്കുന്നു. ഇന്ത്യൻ ദേശീയതയുടെ ശവമടക്കിൽ സഹായിക്കാൻ എനിക്ക് മനസ്സില്ല എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. വർദ്ധിച്ചു വരുന്ന വർഗീയത ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷത്തെയും അകറ്റും. ന്യൂനപക്ഷ വർഗീയതയുടെ കുത്തൊഴുക്കിൽ ഭൂരിപക്ഷ വർഗീയത കരുത്തു നേടും. അതാവട്ടെ അത്യന്തം അപകടകരമാവുകയും ചെയ്യുമെന്ന് അന്ന് നായർ പറഞ്ഞത് ഏറെക്കുറെ പ്രവചനാത്മകമായിട്ടാണ്. തൻ്റെ സംഭവബഹുലമായ ജീവിതത്തിൻ്റെ അവസാനത്തെ വേനൽക്കാലം ചേറ്റൂർ ശങ്കരൻ നായർ മകൾ അനുജിയുടെയും ഭർത്താവ് KPS മേനോന്റെയും കൂടെ സിലോണിലാണ് ചെലവിടുന്നത്. അക്കാലത്ത് ബുദ്ധമതത്തിൻ്റെ ആദർശങ്ങളിൽ ആകൃഷ്ടനായി ബുദ്ധസന്യാസികളിൽ നിന്ന് പാലി ഭാഷ അഭ്യസിക്കാനും ചേറ്റൂർ പരിശ്രമിക്കുന്നുണ്ട്. ആ 76-ാം വയസ്സിലും ദിഷണയ്ക്ക് നല്ല തെളിച്ചമായിരുന്നു അദ്ദേഹത്തിന്. 1934 മാർച്ചിൽ മദനപ്പള്ളിയിൽ താമസിച്ചിരുന്ന തൻ്റെ മൂന്നാമത്തെ മകളുടെ ഭർത്താവ് മരിച്ച വിവരമറിഞ്ഞ് ചേറ്റൂർ കാറിൽ മദ്രാശിയിൽ നിന്ന് മദനപ്പള്ളിക്ക് പുറപ്പെടുന്നു. ആ യാത്രയിൽ കാറ് മറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് ഗുരുതരമായ പരിക്കേൽക്കുന്നു. അതോടെ സംസാരശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ട് അദ്ദേഹം ഒരു ശയ്യാവലംബിയായിട്ട് മാറുന്നു. ഏതാണ്ട് ഒരു മാസത്തെ കിടപ്പിന് ശേഷം 1934 ഏപ്രിൽ 24-ന് മദ്രാസിലെ ലിൻവുഡ് ലൈനിൽ താമസിച്ചിരുന്ന മൂത്ത മകളുടെ സ്പ്രിംഗ് ഗാർഡൻസ് എന്ന വീട്ടിൽ വെച്ച് അദ്ദേഹം മരണത്തെ പുൽകുന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും അപ്പോൾ അനുശോചനങ്ങൾ പ്രവഹിക്കുന്നു. രാഷ്ട്രീയ എതിരാളിയായിരുന്ന ഗാന്ധിജിയും ശങ്കരൻ നായരെ ബഹുമാന പുരസ്സരം അനുസ്മരിക്കുകയും അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചിക്കുകയും ചെയ്തു. ചേറ്റൂരിന്റെ അന്തിമാഭിലാഷം മാനിച്ച് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം മങ്കരയിലെ നിളാതീരത്തെ മണ്ണിലാണ് അന്ന് അടക്കുന്നത്. അദ്ദേഹത്തിന്റെ മൂത്തപുത്രൻ അച്ഛന്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച ഒരു കീർത്തി സ്മാരകം മാത്രമാണ് മങ്കടയുടെ മണ്ണിൽ ചേറ്റൂർ ശങ്കരൻ നായരുടെ ഒരേ ഒരു തിരുശേഷിപ്പ്. ഇന്നത്തെ രാഷ്ട്രീയത്തിൽ മഷിയിട്ട് നോക്കിയാൽ പോലും കാണാനാവാത്ത അഭിപ്രായ സ്ഥിരതയായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ എന്ന പൊതുപ്രവർത്തകന്റെ മുഖമുദ്ര. പറയുന്നതിൽ അദ്ദേഹം ഉറച്ചു നിന്നു, പറയുന്നത് തന്നെ പ്രവർത്തിച്ചു. മുഖസ്തുതി ഒരിക്കലും പറഞ്ഞില്ല, ആരെയും പ്രീണിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചതുമില്ല. രാജ്യസ്നേഹം ഒന്നു മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവൃത്തികളുടെ അടിസ്ഥാനം. മനസ്സാക്ഷിയെ ഒരു സാഹചര്യത്തിലും ചേറ്റൂർ ശങ്കരൻ നായർ പണയം വെച്ചില്ല. ആ നിലപാടുകൊണ്ട് മിക്കപ്പോഴും ഉണ്ടായ നഷ്ടങ്ങളെ ഒട്ടും ഗൗനിച്ചതുമില്ല. ദേശീയ പ്രസ്ഥാനത്തിനുള്ളിലെ ഭരണഘടനാവാദിയും ബ്രിട്ടീഷ് ഭരണ സംവിധാനത്തിനുള്ളിലെ ഒരു ദേശീയവാദിയുമായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ എന്ന് ഈയിടെ അന്തരിച്ച പ്രസിദ്ധ ചരിത്രകാരനായിട്ടുള്ള പ്രൊഫസർ MGS നാരായണൻ മുൻപ് നിരീക്ഷിച്ചിട്ടുള്ളത് വളരെ കൃത്യമാണ്. ദീർഘവീക്ഷണവും രാജ്യസ്നേഹവും മാത്രം അടിസ്ഥാനപ്പെടുത്തി കൈക്കൊണ്ട നിലപാടുകൾ അദ്ദേഹത്തിന് നിരവധി ശത്രുക്കളെ സമ്മാനിച്ചു. ചുരുക്കത്തിൽ ചരിത്രത്തിൽ തമസ്കരിക്കപ്പെടാനായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായരുടെ നിയോഗം. നിളാതീരത്ത് ചേറ്റൂർ ശങ്കരൻ നായർ അന്ത്യവിശ്രമം കൊള്ളുന്ന ശവകുടീരത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലണമെന്ന് തോന്നിയാൽ ഈ അടുത്ത കാലം വരെയും അതത്ര എളുപ്പമായിരുന്നില്ല. വഴി അത്രയ്ക്ക് മോശമാണ്, കാറ് പോയില്ല. സ്മൃതി കുടീരം തന്നെയും കാടും പായലും പിടിച്ച് കിടക്കുകയായിരുന്നു ഈ അടുത്തുവരെ. 2020 വരെയും ചേറ്റൂരിനെ അദ്ദേഹത്തിന്റെ ഓർമ്മ നാളിൽ പോലും ഒന്ന് ഓർക്കാൻ കോൺഗ്രസോ മറ്റു പാർട്ടികളോ ശ്രമിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ കേസരി സിനിമ പുറത്തു വന്നതിന് ശേഷം ചേറ്റൂർ ശങ്കരൻ നായരുടെ പേരിനുണ്ടായ പ്രസിദ്ധി മുതലെടുക്കാനാവണം കോൺഗ്രസും BJPയും മാറി മാറി അദ്ദേഹത്തിന്റെ സ്മൃതി കുടീരത്തിലെത്തി പുഷ്പാർച്ചന നടത്തി മടങ്ങുന്നതും നമ്മൾ കണ്ടു. രാജ്യത്തെ വർഗീയമായി വിഭജിക്കാൻ ശ്രമിച്ചവർക്കു വരെ ഇന്ത്യൻ പാർലമെന്റിൽ ഇടം കിട്ടിയ ചരിത്രമാണ് നമുക്കുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ സുസ്ഥിരമായൊരു പാർലമെന്ററി ജനാധിപത്യത്തിനു വേണ്ടി, ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ഒരു ഭരണവ്യവസ്ഥയ്ക്ക് വേണ്ടി എല്ലാ കാലത്തും വാദിച്ച, അതിനുവേണ്ടി നിർലോഭം പ്രയത്നിച്ച ചേറ്റൂർ ശങ്കരൻ നായർ എന്ന ഈ ചരിത്ര പുരുഷന്റെ ഒരു പ്രതിമയോ ഒരു ചില്ലിട്ട ചിത്രമോ മാത്രം ഇന്നും എവിടെയുമില്ല. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.